മലയാളികൾ മറുനാട്ടിൽ തൊഴിൽ തേടുന്നത് എന്തുകൊണ്ട്? ഇവിടെ കിട്ടുന്നതിനേക്കാളും 10 ഇരട്ടി ശമ്പളം വേറെ അടുത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. ഇന്ത്യയിലെ 10 വർഷം കൊണ്ട് 16 ലക്ഷം ആൾക്കാർ പോയതാവും. എന്തുകൊണ്ട് യുവാക്കൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സിസ്റ്റത്തിന്റെ അപജയമാണ്. നാട്ടിലെ തൊഴിലില്ലായ്മയാണോ മലയാളി യുവാക്കളുടെ നാടുവിടൽ ട്രെൻഡിന് കാരണം? PSC നിയമന നിരോധനം വന്നത് ബ്രെയിൻ ഡ്രെയിന് വലിയൊരു കാരണമായിട്ടുണ്ട്. ഇവിടെ R&D വളരെ ശോചനീയമാണ്. കുട്ടികൾ പോകുന്ന പോലെ തന്നെയല്ല, കാരണവന്മാർ പോലും അവരുടെ സ്വന്തം സ്ഥലം വിറ്റുപറക്കി വിദേശത്തേക്ക് കിടക്കുന്ന സംസ്ഥാനത്തേക്ക് പോയി കേരളത്തില്. നാട്ടിൽ നിന്ന് ദുബായിക്ക് പോയവരും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരും ഉണ്ട്. അവർ ഇനി ഇങ്ങോട്ട് PSC എഴുതാനോ ഈ നാട്ടിലേക്ക് വരാനോ ഇല്ല എന്നാണ്. പുതിയ തൊഴിലവസരങ്ങളും വ്യവസായ സംരംഭങ്ങളും നമ്മുടെ നാട്ടിൽ അന്യമാകും. 24 എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണാൻ പോകുന്നത് ഗോപു നന്ദിലെ ജീമാ തമ്മിൽ ബൈ SKN പ്രസന്റഡ് ബൈ ആദി ഗ്രൂപ്പ് ഓഫ് ഇനിഷ്യേഷൻ. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ബ്രെയിൻ ഡ്രെയിൻ ആണ്. മസ്തിഷ്ക ചോർച്ച, കുറച്ചുകൂടെ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ തലച്ചോർ ചോർച്ച. നമ്മുടെ നാട്ടിലെ യുവതലമുറ മറുനാടുകളിലേക്ക്, വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ ചേക്കേറുന്ന ആ പ്രവർത്തനത്തെക്കുറിച്ചാണ്, ആ പ്രതിഭാസത്തെക്കുറിച്ചാണ് നമ്മൾ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് തലച്ചോർ ചോരുന്നു? അതെന്നും നമ്മൾ ഉയർത്തുന്ന ഒരു ചോദ്യമാണ്. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരാണ് യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ജിംഷാദ് ജിന്നാസ്, യുവമോർച്ച സംസ്ഥാന ജനറൽ സെക്രട്ടറി KV വരുൺ പ്രസാദ്, SFI സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സെയ്ദ് മുഹമ്മദ് സാദിഖ്, സംരംഭക വിദഗ്ധൻ പ്രജീഷ് നിർഭയ, UK-യിലും കൊച്ചിയിലും സജീവമായ റോസ് ആൻഡ് മാംഗോ റെസ്റ്റോറന്റ് ഡയറക്ടർ ബെറ്റി ജോൺ, തൊഴിലില്ലായ്മയെക്കുറിച്ച് പഠനം നടത്തുന്ന യൂട്യൂബറും എഴുത്തുകാരനുമായ VKR മോഹൻ, MG യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ മൈഗ്രേഷൻ പോളിസി ആൻഡ് ഇൻക്ലൂസീവ് ഗവർണൻസ് ചെയർപേഴ്സൺ ഡോക്ടർ MV ബിജുലാൽ, എഴുത്തുകാരൻ മധു നായർ ന്യൂയോർക്ക്, നെക്സ്റ്റ് ലൈഫ് ഇന്നോവേഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർ മുബീൻ ഷാ, PSC ഉദ്യോഗാർത്ഥി ശ്രീകുമാർ ജഗദീഷ്, സാമ്പത്തിക വിദഗ്ധൻ അഡ്വക്കേറ്റ് VK പ്രസാദ്, കേഡസ് ഇമിഗ്രേഷൻസ് ഓപ്പറേഷൻസ് ഹെഡ് ജിതേഷ് നമ്പ്യാർ. നമസ്കാരം. കുറെ കാലം അങ്ങ് കണ്ടിട്ട് ജീവിതമൊക്കെ സുഭിക്ഷമായിട്ട് പോകുന്നു വിശ്വസിക്കുന്നു. അതല്ലേ, ഒരുപാട് സുഖമായോ ഇപ്പോ? അപ്പൊ ഈ അങ്ങ് ഒരുപാട് കാലം അമേരിക്ക കഴിഞ്ഞ ആളാണല്ലോ. അതെ. അപ്പൊ ഇപ്പോഴും അമേരിക്കയിലൊക്കെ പോകാറുണ്ടല്ലോ ഇടയ്ക്ക്? 3 മക്കൾ അവിടെ ആയതുകൊണ്ട് പോകാതിരിക്കാൻ പോകില്ല. അവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ, അതിപ്പോഴും ഉണ്ട്. ഒരു മകൻ കൈയടക്കിയിരിക്കുക. ഇനി കിട്ടത്തില്ല. ഓക്കെ. അപ്പൊ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു സംഭവം, നമ്മള് ഇപ്പൊ അമേരിക്ക പോലെയുള്ള എത്രയോ രാജ്യങ്ങളിലേക്ക് നമ്മുടെ ആൾക്കാർ പോകുന്നുണ്ട്. ആ പ്രതിഭാസത്തെ നമുക്ക് നിർത്തിക്കാൻ പറ്റുമോ? ഒരിക്കലും നിർത്തിക്കാൻ പറ്റില്ല. കാരണം ഇന്നവേ ഇപ്പൊ അമേരിക്കയിൽ ബ്രെയിൻ ഡ്രെയിൻ ഇല്ലല്ലോ, നേരെ തിരിച്ച് റിവേഴ്സ് ആണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഞാനിപ്പോ എഞ്ചിനീയറിംഗ് പാസ്സാകുന്നു, മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്. അക്കാലത്ത് എന്റെ ജന്മനാട്ടില് ഒരു ജോലി കിട്ടുന്ന പ്രശ്നമേ ഇല്ല. അപ്പൊ എനിക്ക് എന്താ ഓപ്ഷൻ ഉള്ളത്? വെളിയിൽ എവിടെയെങ്കിലും ജോലി കിട്ടുന്നിടത്തേക്ക് പോവാന്നുള്ളത്. ഒരു പരിധി വരെ ഇപ്പോഴും അതേ സിറ്റുവേഷൻ. പക്ഷെ അതിന് ചെറിയ വ്യത്യാസമുള്ളതെന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ നഴ്സിംഗ് പ്രൊഫഷൻ ക്രിട്ടിക്കൽ ഷോർട്ടേജ് ഉണ്ട് ഇന്നും കേരളത്തിൽ. 1000 ജില്ലാന ആശുപത്രികളുള്ളത് കൊണ്ടും നമ്മുടെ ആരോഗ്യ മേഖല വളരെയധികം ആരോഗ്യപരമായതുകൊണ്ടും ഒക്കെ. പക്ഷേ കാര്യമായിട്ട് ഈ പ്രൊഫഷനിൽ നിന്ന് വെളിയിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോലി പ്രൊഫഷനിൽ നമ്മൾ ആദ്യം കാണുന്ന ബെനിഫിറ്റ് ശമ്പളം തന്നെയാണ്. ഇവിടെ കിട്ടുന്നതിനേക്കാളും 10 ഇരട്ടി ശമ്പളം വേറെ അടുത്ത് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. നല്ല സാഹചര്യവും ഉണ്ടാവും, നല്ല സാഹചര്യവും വർക്കിംഗ് കണ്ടീഷൻസ് പലതും. പക്ഷെ അത് ഒരു തരത്തിൽ ഇപ്പം നമ്മുടെ കാലാവസ്ഥയുടെ കാര്യം ആലോചിച്ചു. ഇപ്പൊ കാനഡയിൽ പോകുന്ന ആള് ആണ്ടെങ്കിൽ ഒരു 9 മാസം താണുത്ത് വിറച്ച്, മനസ്സിലായില്ലേ? അതൊരു കോമ്പൻസേഷനേ അല്ല. പക്ഷേ ഈ സാമ്പത്തികമായിട്ടുള്ള ഇത്, പിന്നെ പലർക്കും പല പ്രൊഫഷണലിലും ഒരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാഹചര്യം, അക്കാഡമിക് സാഹചര്യം, ഇതൊക്കെ നിലനിൽക്കുകയാണ്. പക്ഷെ ഇതിനകത്ത് ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യം ആക്ച്വലി ഇത് ഇപ്പം IIT നിന്നും എയിംസിൽ നിന്നൊക്കെ പാസ്സാകുന്ന പ്രൊഫഷണൽസ് ഒരു കൺട്രോളും ഇല്ലാതെ നാടുവിടുക. കാരണം അവർക്ക് വേണ്ടി ലക്ഷങ്ങളോ കോടികളോ സർക്കാർ ചെലവാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നീതിയാ. അതെ, മനസ്സിലായില്ലേ? അതിന് ഒരു ചെക്കുമില്ല. പക്ഷേ പാവപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പോകുന്ന ആയമാര് സ്ത്രീയാണെന്നുണ്ടെങ്കിൽ, കല്യാണം കഴിച്ചാൽ 28 ആയതാണെങ്കിൽ അവർക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് വേണം. മനസ്സിലായി? എന്ത് നീതിയായത് ആലോചിച്ച് നോക്കൂ. ഇവരെങ്ങനെയെങ്കിലും പോയി എവിടെ പോയെങ്കിലും ജീവിക്കട്ടെ എന്നുള്ളതല്ല, അവരെ റെസ്ട്രിക്റ്റ് ചെയ്യുന്നു. പക്ഷെ മറ്റിടത്ത് ഏതൊരു വിധത്തിലുള്ള റെസ്ട്രിക്ഷൻസും കാണുന്നില്ല. ഒരു നേഷൻ്റെ ഏറ്റവും വലിയ സമ്പത്തെന്ന് പറയുന്നത് ഹ്യൂമൻ റിസോഴ്സസാണ്. അതിൽ നമ്മൾ വളരെയധികം റിച്ചാണ്. ചൈന അതുപോലെ റിച്ചാണ്. അമേരിക്കയിലുള്ള അവരുടെ
എന്താ പറയുക, എത്രയോ കാലമായിട്ട് കുടിയേറ്റം എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ട് കണക്കാക്കി അതിനെ ഗ്ലോറിഫൈ ചെയ്തെന്ന് മാത്രമല്ല, സ്റ്റാച്യു ഓഫ് ലിബർട്ടിയുടെ കാര്യം അറിയാമല്ലോ. ഇപ്പോഴും അമേരിക്ക അവിടെ തനതായ വൈറ്റ് വാസ്പ് എന്ന് പറയും, വൈറ്റ് ആംഗ്ലോ സാക്സൺ പ്രൊട്ടക്ഷൻ, അവരുടെയൊക്കെ ജനന നിരക്ക് വളരെ കുറവാണ്. ഇപ്പോൾ ഇമിഗ്രേഷൻ ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ പോപ്പുലേഷൻ താഴോട്ട് വരും. പക്ഷേ എവൻച്വലി ഈ ഇമിഗ്രേഷൻ പോളിസി അവിടെ ഒരിക്കലും അവസാനിക്കാൻ പോകുന്നില്ല. അതാണ് അവരുടെ മെയിൻ സോഴ്സ്. കാനഡയുടെയും ഈ പറയുന്ന ഓസ്ട്രേലിയയുടെയും ഒക്കെ പല രാജ്യങ്ങളും അവരുടെ പോപ്പുലേഷനെ വലുതാക്കാൻ നോക്കിയിട്ട് ഒരിടത്ത് എത്തുന്നില്ല. മനസ്സിലായില്ലേ? സിംപ്ലി പറഞ്ഞ അങ്ങോട്ടുള്ള പോക്ക് തുടരുക തന്നെ ചെയ്യും. അത് അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ചില ഇപ്പം തന്നെ IT പ്രൊഫഷണൽസ് കേരളത്തിൽ IT പാർക്ക് ആദ്യത്തെ ഉണ്ടായില്ലേ, അതുപോലെ കുറെ എണ്ണം ഉണ്ടാവുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ഉണ്ടാവും. അപ്പൊ ആ തരത്തിലൊക്കെ ഉള്ള പുരോഗതി ഉണ്ടാവേണ്ടെങ്കിൽ നിൽക്കും. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ലോക മുഴുവനും ഈ പറയുന്ന രീതിയിലുള്ള ഇപ്പൊ തന്നെ ഞാൻ അങ്ങോട്ട് വരാം, നമുക്ക് രണ്ടാമത് സംസാരിക്കാം. അപ്പൊ താങ്കള് ഇവിടെ ആൾക്കാർക്ക് ജോലി കിട്ടുന്നില്ല, ജോലി സാഹചര്യമില്ല, കുറച്ചുകൂടെ മെച്ചപ്പെട്ട സാഹചര്യം വിദേശത്താണെന്നൊക്കെ പറഞ്ഞ ആൾക്കാർ പോകുന്നു. താങ്കൾ ആ റെസ്റ്റോറന്റ് UK തുടങ്ങിയോ? റെസ്റ്റോറന്റ് UK കഴിഞ്ഞ് 10 അത് ആദ്യം ഇവിടെ തുടങ്ങിയത്? കൊച്ചി തുടങ്ങി UK തുടങ്ങിയോ? ഫസ്റ്റ് UK ലായിരുന്നു. 10 വർഷമായിട്ട് UK റെസ്റ്റോറന്റ്, റോസ് ആൻഡ് മാംഗോ റെസ്റ്റോറന്റ്. അതെ. അവിടെ റോസും മാംഗോ ആണോ കൊടുക്കുന്നത്? പേര് വരാൻ കാര്യം? അത് പേര് വരാൻ കാരണം യൂഷ്വലി UK ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് എല്ലാവരും സ്പൈസസ് നെയിമാണ് ഇടുന്നത്. അപ്പം ഈ വെള്ളക്കാർക്ക് വൈറ്റ് പീപ്പിളിൽ ഇതൊരു കൺഫ്യൂഷൻ ആവുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ബിഗിനേഴ്സ് ആയതുകൊണ്ട് പെട്ടെന്ന് ഒരു മെമ്മറബിൾ നെയിം എന്നുള്ള രീതിയിലാണ് റോസ് ആൻഡ് മാംഗോ എന്നൊരു പേരിലേക്ക്. ആ ആവേശത്തിലാണ് കൊച്ചി തുടങ്ങിയത്. അതെ അതെ. അപ്പൊ കൊച്ചി തുടങ്ങിയിട്ട് പിന്നെ UK പോയോ? 2 സ്ഥലത്തും നടക്കുന്നു, ഭംഗിയായിട്ട് നടക്കുന്നു. 2 സ്ഥലത്തും റൺ ആവുന്നുണ്ട്. അപ്പൊ ഈ നാട് വിടാൻ തീരുമാനിച്ചിരിക്കുന്ന പല കാരണം കൊണ്ട് നാട് വിടും. പ്രത്യേകിച്ച് നമ്മുടെ യൂത്ത് പോകുന്നതാണല്ലോ ഏറ്റവും വലിയ ടെൻഷൻ എന്ന് പറയുന്നത്. അവസാനം നമ്മൾ കുറെ ആൾക്കാരെ ഇവിടെ കാണൂ എന്നുള്ള ഭയവും നമുക്കുണ്ട്. എന്താ തോന്നുന്നത് അവിടെയൊക്കെ UK പോയി നിൽക്കുമ്പോൾ? UK ഇവിടെയാണെങ്കിലും ഇവിടെയും തൊഴിൽ സാധ്യതകളുണ്ട്. അത് തിരിച്ചറിയാതെ ഒരുപാട് സ്റ്റുഡൻസ് UK വരുന്നുണ്ട്. അതായത് വമ്പൻ ലോണുകളും അതുപോലെ സ്ഥലമൊക്കെ വിറ്റിട്ട് ആളുകൾ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇവിടുന്ന് മാറേണ്ട ആവശ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയാണ്, കേരളത്തിൽ അതല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാൽ രക്ഷപ്പെടാനുള്ള വഴികളുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആത്മവിശ്വാസമുണ്ട്. 100% ഉണ്ട്. അത് ഇന്ത്യയിലാണെങ്കിലും UK എനിക്കൊരു ഡിഫറൻസ് തോന്നിയിട്ടില്ല. അതില് 2 സ്ഥലം ഒരുപോലെ തന്നെയാണ്. അപ്പോ നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ കാര്യം? അല്ല, എന്റെ അഭിപ്രായം ഇതിനകത്ത്, ഞാൻ കേരളത്തിലും പഠിച്ചിട്ടുണ്ട്, കർണാടകയിലും പഠിച്ചിട്ടുണ്ട്. അപ്പൊ കേരളത്തില് പഠനം കഴിഞ്ഞ് ഞാൻ കർണാടകയിലേക്ക് പോകാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞത്, അന്ന് കേരളത്തിലെ 4 സർക്കാർ ഗവൺമെന്റ് ലോ കോളേജുകളേ ഉള്ളൂ. ഞാൻ ആഗ്രഹിച്ച ലോ കോളേജിൽ എനിക്ക് എൻട്രൻസിൽ കിട്ടിയില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എൻ്റെ കസിൻസും എൻ്റെ ഫാമിലിയൊക്കെ അവിടെ ഉള്ളത് കൊണ്ടും ഞാൻ അങ്ങനെ ബാംഗ്ലൂർ പോയതാണ്. പക്ഷേ ഇവിടെ നേരത്തെ മാഡം പറഞ്ഞതുപോലെ വിദേശത്ത് പോയാൽ മാത്രമേ ഒരു വിദ്യാർത്ഥി രക്ഷപ്പെടത്തുള്ളൂ, അല്ലെങ്കിൽ ഈ രാജ്യത്ത് ജോലി അങ്ങനെ ഒന്നുമില്ല. കാരണം ഇന്ത്യയുടെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പൊ ഇന്ത്യയുടെ 1ാമത്തെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് നെഹ്റു വിദേശത്ത് പഠിച്ച ആളാണ്. രാജീവ് ഗാന്ധി വിദേശത്ത് പഠിച്ച ആളാണ്. അതുപോലെ വിദേശത്ത് പഠിക്കാത്ത പ്രധാനമന്ത്രിമാരും ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ സയന്റിസ്റ്റ് APJ അബ്ദുൽ കലാം നമ്മളൊക്കെ ലോകം വാഴ്ത്തിപ്പാടുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം വിദേശത്ത് പഠിച്ചിട്ടൊന്നുമല്ലല്ലോ. അപ്പൊ അങ്ങനെ ഇന്ത്യയിൽ പഠിച്ചവരുണ്ട്. JNU പോലത്തെ, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി പോലത്തെ, മുസ്ലിം അലിഗഡ് യൂണിവേഴ്സിറ്റി പോലത്തെ, ഡൽഹി യൂണിവേഴ്സിറ്റി പോലത്തെ, അല്ലെങ്കിൽ തക്ഷശീല യൂണിവേഴ്സിറ്റി പോലത്തെ ഈ രാജ്യത്തിന്റെ ലോകത്തിന്റെ ചരിത്രവും പൈതൃകവും പേറുന്ന യൂണിവേഴ്സിറ്റികൾ ഈ രാജ്യത്തുണ്ട്, കോളേജുകളുമുണ്ട്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ജെൻസി തലമുറക്ക് ഈ റിസ്ക് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോ പഴയതുമാതിരി കലഹിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ലാത്തവരാണെന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ് ഞാൻ. പ്രയാസപ്പെടാൻ താല്പര്യമില്ല അവർക്ക്. ഇപ്പോ വിദേശത്തേക്ക് പോകുന്ന കുട്ടികളുടെ ഒരു ലിസ്റ്റ് എടുത്ത് പരിശോധിക്കൂ. ഇവർ പെട്ടിക്കട പോലെ യൂണിവേഴ്സിറ്റികളെ ഇവിടെ നിന്ന് ഏജൻസികൾ പറ്റിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെ പോയി ഇപ്പോൾ അയർലൻഡിൽ പോയാലും മറ്റു രാജ്യത്ത് പോയാലും ജോർജിയയിലേക്കൊക്കെ MBBS ലാട്ട് കണക്കിന് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരവിടെ പോയി MBBS പാസ്സായാൽ തന്നെ അവർക്ക് ഈ രാജ്യത്ത് വന്ന് ജോലി ചെയ്യാനുള്ള സാഹചര്യമില്ല. ഇവിടുത്തെ ടെസ്റ്റ് പാസ്സാവുന്നില്ല. ഇവിടെ 1 കോടി രൂപക്ക് പഠിക്കുന്ന MBBS അവിടെ 10 ലക്ഷം യൂണിവേഴ്സിറ്റി പോയാൽ ടെസ്റ്റ് ചെയ്താൽ അവിടെ. അതെ, ഞാൻ പറഞ്ഞത് ഈ പെട്ടിക്കട പോലത്തെ ഈ ചെറിയ ചെറിയ തട്ടിപ്പ് കോളേജുകളും യൂണിവേഴ്സിറ്റികളും ഈ രാജ്യത്തെ കാർന്നിരുന്നുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, ഈ സ്റ്റാറ്റസ്
പണ്ട് ഇപ്പോ വലിയ ജന്മിയുടെ മക്കളോ പണക്കാരന്റെ മക്കളോ ആണ് വിദേശത്ത് പോയിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോ സാധാരണക്കാരന്റെ മക്കൾക്കും വിദേശത്ത് പോകാൻ സാധ്യമാണ്. കാരണം എന്താ, ബാങ്കുകൾ സീറോ പേയ്മെന്റിൽ ലോൺ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ EMI-യുടെ ലെങ്ത് കൂട്ടി മാസങ്ങളും ഇൻട്രസ്റ്റും കുറച്ച് കൊടുക്കുകയാണ്. അപ്പൊ ഈ ലോൺ ഇപ്പോ അവൈലബിൾ ആണ്, അതുകൊണ്ട് ആളുകൾ പോകുന്നു. പക്ഷെ ഈ പോകുന്നവർ ഇവർ ക്വാളിറ്റി എഡ്യൂക്കേഷൻ ഇല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരാളാണ്. അതുപോലെ തന്നെ ഇവർക്ക് കൃത്യമായി 2 കൊല്ലത്തെ 1 കൊല്ലത്തെ കോഴ്സ് കഴിഞ്ഞിട്ട് ആ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് അവർ അവിടെ ഹോട്ടലിലും അല്ലെങ്കിൽ ലോക്കൽ പണികളൊക്കെ എടുത്ത് അവിടെ നാട്ടിൽ നിന്നും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം. ഇവർക്കാണെങ്കിൽ ആ രാജ്യത്തും കൃത്യമായ ജോലിയില്ല, ഈ രാജ്യത്തും കൃത്യമായ ജോലിയില്ല. പറയപ്പെടുമ്പോൾ ഞാൻ ജോർജിയയിലാണ് പഠിച്ചത്, ഞാൻ അയർലൻഡിലാണ് പഠിച്ചത് ഒക്കെ നാട്ടിൽ മുമ്പിൽ പറയാന്നല്ലാതെ. അതെ, നമ്മൾ പ്രധാനമായിട്ടും ചർച്ചയിൽ കേന്ദ്രീകരിക്കുന്ന ഈ ബ്രെയിൻ ഡ്രെയിൻ ആണ്. ഈ വിദ്യാർത്ഥികളുടെ അവർ വിദേശത്ത് പോയി പഠിക്കട്ടെ, പഠിച്ചിട്ട് തിരിച്ചു വരണം. അതാണ് ഈ തൊഴിൽ തേടിയുള്ള മൈഗ്രേഷൻ ആണ് നമ്മുടെ ചർച്ചാ വിഷയം. സാറേ, നമ്മുടെ ഈ ചർച്ചയുടെ പോയിന്റിൽ തന്നെ പറയാറുണ്ടല്ലോ, ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ഒരു മലയാളി അവിടെ ഉണ്ടാവും എന്ന് പറയാറുണ്ട്. അപ്പൊ അത് പുതിയൊരു കാര്യമല്ല കേരളത്തെ സംബന്ധിച്ചും. അപ്പൊ സാറിനെ പോലെ വളരെ സീനിയർ ആയിട്ടുള്ള ആളും അദ്ദേഹത്തിന്റെ ചെറുപ്പത്തിൽ അദ്ദേഹം ആശ്രയിച്ചത് ഈ വിദേശ രാജ്യങ്ങളെയും അവിടുത്തെ പഠനത്തെയും അവിടുത്തെ തൊഴിൽ സാധ്യതകളൊക്കെയാണ്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളം ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം, ഇതൊരു ആവേശമായിട്ട്, പണ്ടൊക്കെ നമ്മൾ ഈ ഉന്നതമായ പഠനം നടത്തി അല്ലെങ്കിൽ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെ ഗൾഫ് മേഖലകളിലേക്കും മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ പോയിരുന്നതിന് പകരം ഇന്ന് അതൊരു ആവേശം, ഒരു ട്രെൻഡായി മാറിയിരിക്കുകയാണ്. ഇതാണ് ഈ കാലഘട്ടത്തിൽ നമ്മൾ ഏറ്റവും ഗൗരവത്തോടു കൂടി കാണേണ്ടത്. അപ്പൊ ഇതിനുള്ള 1-2 കാര്യങ്ങൾ കേരളത്തിലെ ഒരു പൊതു അന്തരീക്ഷം, അതായത് അഭ്യസ്ത വിദ്യരായിട്ടുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ പഠനത്തിന് ശേഷം അവരുടെ പഠനത്തിനനുസരിച്ചിട്ടുള്ള ജോലികൾ കേരളത്തിൽ ഇല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യമുണ്ട്. രണ്ടാമത്തത്, ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു വ്യവസായം തുടങ്ങാം എന്ന് വിചാരിച്ചാൽ അങ്ങനെ പുതിയ തലമുറയെ കൊണ്ടുവരാനും അവർക്ക് വ്യവസായം തുടങ്ങാനും ഒക്കെയുള്ള കാഴ്ചപ്പാടോട് കൂടിയിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിൽ കഴിഞ്ഞ വർഷങ്ങളായിട്ട് ഇവിടെ ഭരിച്ചിട്ടുള്ള സർക്കാരുകൾ പറകിലല്ലേ എന്നുള്ളത് നമ്മൾ ഞാൻ വരാം. താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഈ കാര്യത്തില്? അതായത് ഈ ബ്രെയിൻ ട്രെയിൻ എന്ന് പറഞ്ഞ ഫിനോമിനൻ ഇപ്പൊ എല്ലാവരും പറയുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ചെറുപ്പക്കാരെ വിദേശത്തോട്ട് വിടാൻ, ചെറുപ്പക്കാരികളും പോകണ്ട, അഥവാ പഠിക്കാൻ പോയാൽ പഠിച്ചിട്ട് വരട്ടെ, ബ്രെയിൻ റീഗെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ സർക്കുലേഷൻ എന്നൊക്കെ പല പേരിട്ട് ഇപ്പൊ വിളിക്കുന്നുണ്ട്. ഈ ബ്രെയിൻ എന്താ അഭിപ്രായത്തിനെ കുറിച്ച്? ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറഞ്ഞ വാക്കിന്റെ ഒരു യഥാർത്ഥ അർത്ഥത്തിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു പ്രതിഭാസം ബാധിക്കുന്നേ ഇല്ല എന്നൊരു വാദമാണ് എനിക്കുള്ളത്. അതിവിടെ വ്യത്യസ്തമായ വാദമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഒരു സംസ്ഥാനത്ത് അല്ലെങ്കിൽ ഒരു ജിയോഗ്രഫിക്കൽ ടെറിട്ടറിയിൽ അവിടെ അനിവാര്യമായി ഉണ്ടാകേണ്ട റിസോഴ്സസ്, ഉദ്യോഗാർത്ഥികൾ അവര് ലഭ്യമാകാത്ത വിധത്തിൽ ചോർന്നു പോകുമ്പോഴാണല്ലോ അതൊരു മസ്തിഷ്കത്തിന്റെ ചോർച്ചയായി മാറുക. ഇവിടെ ഡോക്ടേഴ്സും നഴ്സുമാരും ഉദ്യോഗാർത്ഥികളും പുറത്തു പോകുന്നുണ്ടെങ്കിലും ഇവിടെ ആവശ്യമായത് ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ തൊട്ട് തന്നെ മലയാളികൾ പുറത്തു പോകുന്നുണ്ടല്ലോ. ഇപ്പൊ അത് പുതിയൊരു പ്രതിഭാസമായി കൂടിയിട്ടുണ്ട്. തിരിച്ചു വരുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട്. തിരിച്ചങ്ങനെ വരുന്നുണ്ട്. അതായത് നമ്മുടെ മൈഗ്രേഷന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്കൽ ആയിട്ടുള്ള ഡാറ്റകൾ നമ്മൾ വെച്ച് പരിശോധിക്കുമ്പോൾ പോകുന്ന ആളുകളുടെ എണ്ണം ഒരു 23 ലക്ഷം വരെയൊക്കെ എത്തുന്നുണ്ട്. അത് ഒരു 18 ലക്ഷത്തോളം തിരിച്ചു വരുന്നതായിട്ടും ഉണ്ട്. ഇപ്പം ഈ വാഴ 2 സിനിമ കണ്ടിരുന്നു. വാഴ 2 സിനിമയിലെ ചെറുപ്പക്കാരുടെ ഒരു ആഗ്രഹം എങ്ങനെയും അന്ന് പോകാൻ വേണ്ടി അവിടെ പോയിട്ട് അവര് എത്തിച്ചേർന്ന് എങ്ങനെ ലാംഗ്വേജ് ഒക്കെ കൈകാര്യം ചെയ്യുന്നോർത്താ ക്ലാസ്സിൽ കയറുമ്പോൾ ക്ലാസ്സിലിരിക്കുന്ന എല്ലാം മലയാളികളാണ്. അപ്പൊ അവരവിടെ അനുഭവിക്കുന്ന കുറെ ദുരിതങ്ങളും ജോലിയില്ലായ്മകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അപ്പം പല ആളുകളും ചാടിക്കയറി പോകുന്നുണ്ടെങ്കിലും അവിടെ എത്തുമ്പോഴാണ് യഥാർത്ഥ പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്നത്. അപ്പൊ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരാനുള്ള ഒരു കാര്യമുണ്ട്. മറ്റൊരു രാഷ്ട്രീയമായൊരു പ്രശ്നമുണ്ട്. ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൽ വരുന്ന ഒരു വലിയ ഫാർ റൈറ്റിലേക്കുള്ള ഒരു ചലനം ഉണ്ടല്ലോ, ട്രംപിസം എന്നൊക്കെ നമ്മൾ. അപ്പോൾ ഈ ലോകത്തുള്ള ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കൂടുതൽ വംശീയമായി മാറുകയാണ്, വർണ്ണവെറിയാണ്, ഇന്ത്യക്കാരോടും കുടിയേറ്റക്കാരോടൊക്കെ ഒരു വിരുദ്ധതയാണ്. അപ്പൊ ഞങ്ങളുടെ രാജ്യത്ത് പുറംപണിക്കാർ വേണ്ട, നിങ്ങൾ നിങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിൻ യൂറോ അമേരിക്കൻ രാജ്യങ്ങളിൽ ശക്തമാവുമ്പോൾ സ്വന്തം നാട് മതി, നാട്ടിൽ കൂലിപ്പണി എടുത്തെങ്കിലും ജീവിക്കാം എന്നുള്ളൊരു മനോഭാവം അവർ വളരുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല കാര്യമോ? ഞാൻ അതിലേക്ക് വരാം. ഓക്കെ, അങ്ങനെ ഒരു ബ്രെയിൻ ഡ്രെയിൻ കേരളത്തിൽ അദ്ദേഹം പറഞ്ഞൊരു വളരെ വ്യത്യസ്തമായ വാദഗതിയാണ്. കാര്യം ഇവിടെ ആവശ്യത്തിന് ഡോക്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു, കുറച്ച് പേര് പോയാലും പ്രോബ്ലം ഇല്ലെന്നാണ്. ഒരു പാർഷ്യലായിട്ട് അതിനെ സമ്മതിക്കാൻ പറ്റും. പക്ഷെ അതേ സമയത്ത് തന്നെ നമുക്ക് മറ്റൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, ഒരു കോമ്പറ്റീറ്റീവ് ആയിട്ട് വരുന്നപ്പോഴും, അതായത് ഒരു പൊസിഷനിലേക്ക് ഒരു പ്രായത്ത് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ റെഡിയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ കാലാവധി എന്ന് പറയുന്നത് ഒരു 40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹത്തിന് കോമ്പറ്റീഷനാണ്. ഈ ഒരു റിസ്ക് അവിടെ ഇല്ല. അപ്പോൾ അതിന്റെ പേരിൽ പോകുന്നവരും ലൈഫ് സെക്യൂർഡ് ആവുക എന്ന് പറയുന്നതിന് ഒരു ലിമിറ്റുണ്ട്.
ലൈഫ് സെക്യൂർഡ് ആവുക എന്ന് പറയുന്ന ഒരു എംപ്ലോയി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു കാലാവധി കഴിഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രൈവറ്റ് എംപ്ലോയി ആയിട്ട് ഇവിടെ ജീവിച്ചു കഴിഞ്ഞാൽ ഒരു കാലാവധി കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ കമ്പനി പുറത്താക്കേണ്ട അവസ്ഥയാണ് വരുന്നത്. വേറെ അവിടെ ആവശ്യങ്ങൾ കൂടുതലാവുമ്പോൾ ഒരു 40 കഴിയുമ്പോഴോ അല്ല 30 കഴിയുമ്പോഴോ ഒരാൾക്ക് തീരുമാനം എടുക്കാൻ പറ്റും, അത്യാവശ്യം അവിടെ പോയി സെറ്റിൽ ആവാം. ആ സെറ്റിലാവുന്നത് ആ ബ്രെയിൻ അങ്ങോട്ടേക്ക് തന്നെയാണ്. പിന്നെ തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് അവർക്ക് അവിടെ സേഫ്റ്റി അല്ലാത്തവരാണ് തിരിച്ചു വരുന്നത്. 2 കാറ്റഗറി ഓഫ് വിസാസ് ഉണ്ടല്ലോ. സ്റ്റഡി വിസയിൽ പോയ ഒരു വ്യക്തിക്ക് പിന്നെ അതിനുശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്നൊരവസ്ഥ വന്നാൽ അദ്ദേഹം തിരിച്ചു വന്നേ മതിയാവുള്ളൂ. പക്ഷെ PR ആയിട്ട് പോയിട്ടുള്ളവരൊക്കെ തിരിച്ചു വരുന്നതുണ്ടോ? ഒരു 10% മാത്രമേ തിരിച്ചു വരുള്ളൂ. അത് മടുത്തിട്ട് തിരിച്ചു വരുന്നു എന്ന് പറയുന്നത് പറയാൻ പറ്റില്ല. അപ്പോഴവർ റൂട്ട് തേടി അല്ലെങ്കിൽ ബാക്ക് ടു ദ റൂട്ട് എന്നുള്ള രീതിയിലേക്ക് തിരിച്ചു വരുന്നതായിട്ടാണ് കണ്ടത്. ഓക്കെ, അപ്പൊ താങ്കളുടെ ഒരു പറയൂ. അപ്പൊ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രതിഭാസം നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഇത് വീണ്ടും ചർച്ച ചെയ്യപ്പെടുക. കുറെ കാലം ഇത് ചർച്ച ചെയ്യുന്നില്ലായിരുന്നു, കാര്യം ആൾക്കാർ പോയി രക്ഷപ്പെടട്ടെ എന്നുള്ളതായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് കൊടുത്ത് പഠിപ്പിക്കുന്ന നല്ല തലയുള്ള ആളുകൾ ഇവിടെ നിന്ന് പോകുന്നു, സ്പെഷ്യലി പ്രൊഫഷണൽസ് പോകുന്നു. ചെറുപ്പക്കാരെ പിടിച്ചു നിർത്താൻ PSC വലിയ തോതിലൊരു പങ്കുവഹിച്ചിരുന്നു. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് PSCയിൽ വലിയ തോതിലുള്ള നിയമന നിരോധനം പോലെയുള്ള പ്രഖ്യാപിത നിയമന നിരോധനം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. താങ്കൾ റാങ്ക് ലിസ്റ്റ് പേരുള്ള ആളാണോ? ഞാൻ SFIക്കാർ കോപ്പി അടിച്ചിരുന്ന ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു, പോലീസ് റാങ്ക് ലിസ്റ്റ്, CP റാങ്ക് ലിസ്റ്റ് 2020 തീർന്ന ലിസ്റ്റാണ്. അപ്പൊ അതിനകത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പോലും, അതായത് ആ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നവർ പോലും ജോലി കിട്ടാതെ സമരം ചെയ്ത് 1 വർഷത്തോളം തിരുവനന്തപുരത്ത് സമരം ചെയ്തവരാണ് ഞങ്ങൾ. ആ ഗ്രൂപ്പിലുള്ളതാ ഞാനുണ്ടായിരുന്നത്. അപ്പൊ അതിനകത്ത് സമരം ചെയ്തതിന് ശേഷം ജോലി കിട്ടാതെ കേസ് കൊടുത്ത്, കേസിലും ഹൈക്കോടതി സുപ്രീം കോടതി വരെ പോയി കേസ് കൊടുത്തിട്ടും അതിനകത്ത് ജോലി കിട്ടാതെ നാട്ടിൽ നിന്ന് ദുബായിക്ക് പോയവരും അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് പോയവരും ഉണ്ട്. അവർ ഇനി ഇങ്ങോട്ട് PSC എഴുതാനോ ഈ നാട്ടിലേക്ക് വരാനോ ഇല്ല എന്നാ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരവിടെ സേഫാണ്. എന്തിനു വേണ്ടിയിട്ടാണ് ഇവിടെ? ഇപ്പം എൻ്റെ വീട്ടിൽ എൻ്റെ അനിയന്മാരോട് എൻ്റെ കസിൻസിനോട് ഞാൻ പറയുമ്പോൾ PSC എഴുതുമെന്ന് എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് എന്തിനാണ് ചേട്ടൻ്റെ പോലെ അവിടെ തിരുവനന്തപുരത്ത് ഒരു സെക്രട്ടറിയുടെ മുമ്പിൽ സമരം ചെയ്യാനാണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ PSC നിയമന നിരോധനം വന്നത് ഈ ബ്രെയിൻ ഡ്രെയിൻ വലിയൊരു കാരണമായിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷമാണ് നമ്മളത് വല്ലാതെ അഭിമുഖീകരിച്ചത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആദ്യത്തെ 5 വർഷം തൊഴിലുണ്ടോ? ഞാൻ ചെറിയൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞാൻ അത് സെറ്റിൽ ചെയ്തിട്ടാണ് ഞാൻ ഈ PSC എഴുതാൻ വന്നത്. അവസാനം PSC ഇല്ല, നമ്മൾ അത് ബിസിനസ്സും ഇല്ല എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വന്നു. അപ്പോ അതുപോലെ റിസ്ക് എടുക്കാൻ തയ്യാറില്ല. ഈ ബ്രെയിൻ ട്രെയിൻ ചെയ്യേണ്ടെന്ന് തോന്നാൻ കാര്യം എന്താ? എനിക്ക് നാട്ടിൽ നിൽക്കണമെന്നുള്ള എൻ്റെ വ്യക്തി എനിക്ക് നാട്ടിൽ നിൽക്കണമെന്നുള്ള. ഇപ്പൊ ഞങ്ങളുടെ കൂടെ അന്ന് റാങ്ക് ലിസ്റ്റ് ഉണ്ടായിരുന്നു പലരും ഇപ്പോഴും PSC എന്ന് പറഞ്ഞ് എഴുതി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSCയോടുള്ള വിശ്വാസമുള്ള, നാട്ടിൽ നിന്ന് പോകാനുള്ള വിഷമമുണ്ട്. വീട്ടിൽ മറ്റു സാഹചര്യങ്ങളില്ലാത്തവരുണ്ട്. എല്ലാവർക്കും പുറത്തു പോകാൻ പറ്റണമെന്നില്ല. ഇപ്പം എൻ്റെ അനിയൻ യൂറോപ്പിലാണ്, അവൻ പുറത്തു പോയി, അവന് പോകാൻ കുഴപ്പമില്ല എന്നുള്ളതുകൊണ്ട് അവൻ പോയി. പക്ഷെ എനിക്ക് താല്പര്യമില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ ഇപ്പോഴും PSC എഴുതിക്കൊണ്ട് നടക്കുന്നു. പിന്നെ ഇപ്പോഴും എഴുതിക്കൊണ്ട് പറയാനുള്ളത്, ഇത്രയും PSCയെ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവ്, ഇതിന്റെ മെയിൻ റീസൺ എന്തുകൊണ്ട് യുവാക്കൾ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് സിസ്റ്റത്തിന്റെ അപജയമാണ്. കാരണം മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സിലബസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മികച്ച അധ്യാപകരുണ്ട്, പക്ഷെ നമുക്ക് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള സിലബസ് ആണ്. എന്തുകൊണ്ടാണ് വിദ്യാർത്ഥികൾ പുറത്തോട്ട് പോകുന്നത്? ഏറ്റവും മികച്ച സിലബസ് അവിടെ കൊടുക്കുന്നത് കൊണ്ടാണ്. അത് നമ്മളുടെ ഇവിടെ സിസ്റ്റത്തിൽ ഇപ്പൊ ഞാൻ പഠിച്ചത് BCom MCom ആണ്. പക്ഷെ ഞാൻ ബിസിനസ്സിലേക്ക് വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും കൂടുതൽ നമ്മൾ പഠിക്കേണ്ട പ്രപ്പോസൽ ഉണ്ടാക്കാനാണ്. പക്ഷെ എന്നെ അവിടെ പഠിപ്പിക്കുന്ന അക്കൗണ്ടൻസിയാണ് കൂടുതലും ഊന്നൽ നൽകുന്നത്. അപ്പം ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ അതിലുണ്ട്. അപ്പൊ ഇഷ്ടപ്പെടുന്ന ഒരു യുവാവിന് പോലും ബിസിനസ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരികയാണ്. കാരണം ആ സിസ്റ്റം നല്ലതാണ്. അതെ, ഒരു ബിസിനസ് ചെയ്ത അയാളുടെ മുഖത്തുള്ള ആഹ്ലാദത്തിന്റെ സൂര്യൻ. അല്ല, ഞാനൊരു സംരംഭകനാണ്, അത് ഇഷ്ടപ്പെടുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ സിസ്റ്റം നമുക്കൊന്ന് റീവാമ്പ് ചെയ്യണം. അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇപ്പൊ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, സെനറ്റ് മീറ്റിംഗ് ഒക്കെ നടക്കുമ്പോൾ അവിടെ എഡ്യൂക്കേഷനെ കുറിച്ച് അധികം ചർച്ച പോലും നടക്കുന്നില്ല. അവിടെ രാഷ്ട്രീയമായിട്ടുള്ള വാദപ്രതിവാദങ്ങളാണ് നടക്കുന്നത്. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് നമ്മുടെ രാജ്യത്തിൽ GDPയുടെ ടോട്ടൽ വിഹിതത്തിന്റെ 2% പോലും R&Dയിൽ കൊടുക്കുന്നില്ല, റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്. ഇത് എല്ലാവരെയും നമുക്ക് ബ്ലെയിം ചെയ്യാം. ഇത് ഒരു കൂട്ട ഉത്തരവാദിത്തമായി എടുത്തുകൊണ്ട് നമുക്ക് മാറ്റത്തിലേക്ക് പോയി കഴിഞ്ഞാൽ വരും തലമുറയ്ക്ക് ഈ പ്രശ്നം വരില്ല. ഈ കേരളത്തിന്റെ സാഹചര്യത്തില് ഇൻവെസ്റ്റ് ചെയ്യാൻ സാഹചര്യമില്ലാത്ത ഒരു സാധാരണ ഒരു ചെറുപ്പക്കാരി അല്ലെങ്കിൽ ചെറുപ്പക്കാരന് എന്ത് പണി കിട്ടും ബിസിനസ്സിൽ? സാർ, ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താ പറയോ? അൺസർട്ടൺ ആണ്. നമ്മൾ പുതിയ മേഖല വെട്ടി തുറക്കണം. അപ്പൊ അതുപോലൊരു സാധ്യത വന്നതാണ് ഇപ്പൊ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്നത്. എനിക്ക് ഉറപ്പാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്ത് വീട് വെച്ച ആൾക്കാരുണ്ട്, ചാരിറ്റി ചെയ്യുന്നവരുണ്ട്. അത് പുതിയൊരു വാങ്ങിച്ച് പറഞ്ഞു പോകുന്നവരുണ്ട്. എക്സാക്ട്ലി. അപ്പൊ അത് പുതിയൊരു മേഖല നമ്മൾ അവർ നടന്നുപോയി ആദ്യം ഇൻഫ്ലുവൻസ് ചെയ്തു. അതാണ്. അപ്പൊ നമ്മളൊരു തോട്ടുണ്ട്, ടൂറിസം, എഡ്യൂക്കേഷൻ, ഹെൽത്ത് അല്ലെങ്കിൽ IT, ഇതിൽ മാത്രം നമ്മൾ നിന്നാലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്ന്. ഇവിടെ റിസർച്ച് സാധ്യതയുണ്ട് 100%. ഓക്കെ,
അപ്പൊ അതിനെ കുറിച്ചാണ് താങ്കൾ അതിനെ കുറിച്ച് എന്ത് പറയും? നമ്മൾ കുടിയേറുക എന്ന് പറയുന്നത് വാസ്തവത്തില് ഈ തൊഴിലും വരുമാനവുമായിട്ട് മാത്രം ബന്ധപ്പെട്ടൊരു കാര്യമല്ല. അതൊരു മനുഷ്യന്റെ തയ്യാറെടുപ്പാണ്. പ്രത്യേകിച്ചും കേരളത്തിൽ ഇത്രയും വലിയൊരു കുടിയേറ്റത്തിന്റെ ചരിത്രമുള്ളൊരു സമയത്ത്, തൊഴിൽപരമായിട്ടുള്ള കുടിയേറ്റത്തിന്റെ വലിയൊരു ചരിത്രമുള്ള സമയത്ത്, അപ്പൊ അതിന്റെയൊക്കെ ഗതിവിഗതികൾ മൊത്തമായിട്ട് മനസ്സിലാക്കിയ മനുഷ്യരുടെ തലമുറയിലാണ് ഇത് വരുന്നത്. സ്വാഭാവികമായ ഒരു ഊർജ്ജം ഇവിടെ ഉണ്ട്, അറിവുണ്ട്. ഇപ്പൊ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ പഠിക്കുന്ന 2 കുട്ടികൾ തമ്മിൽ ഒരു പ്രൈവറ്റ് ബസ്സിലൊന്നും സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണ്. നമ്മ എങ്ങോട്ടാ പോകണ്ടെന്നാ ചോദിക്കുന്നത്, ഏത് രാജ്യത്തോട്ട്. അപ്പൊ ഒരാൾ പറയുന്നത് ഡെൻമാർക്ക്, വേറൊരാൾ പറയുന്നത് സ്വീഡൻ. ഈ എങ്ങനെയാണ് ഈ ഒരു കാര്യം വരുന്നത്? അവരത് അന്വേഷിക്കുന്നുണ്ട്, അവരെന്തൊക്കെയോ അതിനകത്ത് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അവരതിന് തയ്യാറാവുകയാണ്. കാരണം ലോകം എന്ന് പറയുന്ന ഒരു വസ്തുത വളരെ അടുത്താണ്. പണ്ടത്തെ അതിന് മുമ്പുള്ള ഒരു 30-20 വർഷം മുമ്പുള്ള ആളുകൾ ലോകത്തിനെ അറിഞ്ഞതുപോലെയുള്ള അത്രയും വളരെ ഫാസ്റ്റായിട്ടാണ് കാര്യങ്ങൾ മാറുന്നത്. അപ്പോൾ ഈ പുതിയ ലോകത്ത് ജീവിക്കുന്ന ഒരാളെന്നുള്ള രീതിയിൽ വ്യക്തമായിട്ടും ഒരു ലോക പൗരൻ എന്നൊരു ബ്രാൻഡിലേക്ക് പുതിയ ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടമാണോ ഇഷ്ടമല്ലയോ എന്ന് നോക്കിയിട്ട് അയാളെ വിമർശിക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, വളരെ വളരെ ഗൗരവമായിട്ട് ബാങ്കുകൾ, വളരെ ആരോ ഇവിടെ സൂചിപ്പിച്ചു, ബാങ്കുകൾ കൊടുക്കുന്ന, ഞാൻ ആ പഠനം നടത്തിയിട്ടുള്ള ഒരാളാണ്. 98.9% തിരിച്ചടവാണ് ബാങ്കുകൾക്ക് കിട്ടുന്നത്. അത് ഞാൻ ഈ പറഞ്ഞ 2003 ആ സമയത്തുള്ളൊരു കണക്കിനെ പറ്റിയാണ്. എന്ന് വെച്ചാൽ ബാങ്കുകൾക്ക് ഈ ഇൻസ്ട്രുമെന്റ് വളരെ ഫേവറേറ്റ് ഒരു ഇൻസ്ട്രുമെൻ്റാണ്, അവർ കൊടുക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഏത് രീതിയിലാണ് നല്ല വിദ്യാഭ്യാസം അല്ലെങ്കിൽ തൊഴിൽ തരുന്ന വിദ്യാഭ്യാസം, ആ ജീവിക്കാനുള്ളൊരു തത്രപ്പാടും ലോകത്തിനെ അറിയാനുള്ള ഒരു കാഴ്ചയും പുരോഗതിയിലേക്കുള്ള ഒരു മാറ്റം അനുസരിച്ചാണ് ഇയാൾ പോകുന്നത്. ചിലപ്പോൾ അയാൾ പരാജയപ്പെടും. അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് ഈ പറയുന്ന മുഴുവൻ എക്കണോമിക് പ്രോജക്റ്റും പോവും. അപ്പം ഇങ്ങനെയുള്ള പല ആസ്പെക്ട്സിൻ്റെ അകത്തുണ്ട്. കൂട്ടുകാരുടെ സമ്മർദ്ദം, ചില വീടുകളിൽ സമ്മർദ്ദം, ചില കുട്ടികൾ അതിനു വേണ്ടി എന്താ പറയുന്നത് സമ്മർദ്ദപ്പെടുത്തുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പം 1,35,000-ഓളം കുട്ടികളാണെന്ന് തോന്നുന്നു 2023 കണക്ക് വെച്ച് കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള ഒരു അത് തന്നെ ഒരുപക്ഷെ എന്താ പറയുന്നത് ക്രമാനുഗതമായി വർദ്ധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അങ്ങയുടെ ഒരു അഭിപ്രായം ഈ കാര്യത്തില്? ബ്രെയിൻ ഡ്രെയിൻ എന്ന പ്രശ്നം വാസ്തവത്തിൽ ഒരു നോൺ ഇഷ്യൂ ആണ്. ഒരു സാമ്പത്തിക പ്രശ്നമാണോ? ഒരു നോൺ ഇഷ്യൂ ആണ് എന്നാണ് എൻ്റെ നോൺ ഇഷ്യൂ ആണ്. കാരണം ഇന്ത്യയുടെ തന്നെ ചരിത്രം ആലോചിച്ച് നോക്കൂ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി 25 വർഷം സൗത്ത് ആഫ്രിക്കയിൽ ജീവിക്കുകയും ജോലി ചെയ്യുകയും അവിടെ സമര പോരാട്ടങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടാണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത്. അതുപോലെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ തമിഴ് കമ്മ്യൂണിറ്റി ശ്രീലങ്കയിലുണ്ട്, മലയായിൽ ഉണ്ട്, അതുപോലെ സിംഗപ്പൂരിലുണ്ട്. ഇങ്ങനെ പരിശോധിച്ചാൽ ഈ തരത്തിലുള്ള പങ്കുവെക്കലും ഇടകലരലും മൈഗ്രേഷനും ഒക്കെ ചരിത്രത്തിന്റെ ഭാഗമായിട്ട് എല്ലാ കാലത്തും ഉള്ളതാണ്. ഇവിടെയും അത് തന്നെ രാജ്യത്തെ എങ്ങനെ ബാധിക്കുന്നു അവിടെയാണ് ഞാൻ പറയട്ടെ. ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുമ്പോൾ ഒരു ഒറ്റ കാര്യം ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട ആമസോൺ, മൈക്രോസോഫ്റ്റ്, ഗൂഗിൾ ഒക്കെ അടക്കമുള്ള എത്രയോ കമ്പനികളുടെ ബാക്ക് ഓഫീസുകൾ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഫിസിക്കലായിട്ട് ഇന്ത്യയിൽ നിന്ന് ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്നില്ല എങ്കിലും വാസ്തവത്തിൽ ഇവിടെ ജോലിയെടുക്കുന്ന ഇന്ത്യക്കാരുടെ ബ്രെയിൻ ആർക്ക് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്? വിദേശ കമ്പനികൾക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രെയിൻ ഡ്രെയിൻ എന്ന നിലയ്ക്ക് ആ ആശയം പ്രത്യക്ഷത്തിൽ അതൊരു കപടമായ പ്രശ്നമാണ് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇല്ലാത്ത പ്രശ്നം ചർച്ച ചെയ്യുന്നു എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വാസ്തവത്തിൽ അടിസ്ഥാനപരമായ പ്രശ്നം എന്താ? അടിസ്ഥാനപരമായി നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ വിദ്യാഭ്യാസം തേടുന്ന ആളുകൾക്ക് അവരവരുടെ അഭിരുചി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിത മാർഗം കണ്ടെത്താൻ ഉള്ള സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ്. അത് കേരളത്തിൽ ജനിച്ച നാട്ടിൽ ലഭിക്കുകയാണെങ്കിൽ നല്ലത് എന്നുള്ളതിനപ്പുറം ജനിച്ച നാട്ടിൽ മാത്രമേ അത് ലഭിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് മനുഷ്യന്റെ ഇതുവരെയുള്ള ചരിത്രത്തിന് വിരുദ്ധമായൊരു സമീപനമായി പോകും എന്നുള്ളതാണ് എനിക്ക് അക്കാര്യത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഇന്ത്യൻ മാൻ പവറിന് നല്ല ഡിമാൻഡ് ഉണ്ട് ലോകത്ത്. അതിനെ വശീകരിക്കാനായിട്ട് എപ്പോഴും ലോകരാജ്യങ്ങൾ ശ്രമിക്കും. അത് ഒരു സമയത്ത് ഇന്ത്യയിൽ തന്നെ അത് ഫോക്കസ്ഡ് ആയിരുന്നു. ആ സമയത്ത് അവർ ചെയ്യുന്നൊരു സ്ട്രാറ്റജിയാണ് അവിടുത്തെ തന്ത്രപ്രധാനമായ പോസ്റ്റുകളിൽ ഇന്ത്യക്കാരെ നിയമിക്കുക എന്നുള്ളത്. അപ്പൊ വീണ്ടും ഇവിടെ പഠിച്ചിറങ്ങുന്ന ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറിന്റെ ഒരു ഡ്രീം ആവും ഇനി ഞാൻ വിചാരിച്ചാലും ഗൂഗിളിന്റെ CEO എനിക്ക് ആവാൻ പറ്റും.
അത് അവരുടെ ഒരു ഏറ്റവും വലിയൊരു പ്രോസസ്സാണ്. കാരണം ഇടയ്ക്ക് ഒരു സമയത്ത് ഇന്ത്യയിലെ യങ്സ്റ്റേഴ്സ് ഇവിടെ തന്നെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങി. നമുക്ക് ഓയോ അങ്ങനെയുള്ള പല പ്രസ്ഥാനം, റിതേഷ് അഗർവാളൊക്കെ പുതിയൊരു ബില്യനെയർ ആയിട്ട് വന്നു. ആ സമയത്താണ് വെസ്റ്റ് എപ്പോഴും എടുക്കുന്ന ഒരു സ്ട്രാറ്റജിയാണ് അവരുടെ ഒരു മെയിൻ പോസ്റ്റിലേക്ക് ഇന്ത്യൻസിനെ എടുക്കും. അപ്പൊ ഇവിടെയുള്ള യുവാക്കൾക്ക് ആ അട്രാക്ഷൻ വീണ്ടും അങ്ങോട്ടേക്ക് പോകും. ഓക്കെ, താങ്കൾ സാർ ഇവിടെ ബ്രെയിൻ ഡ്രെയിൻ അല്ല നടക്കുന്നത്, പകരം ഇവിടെ ഒരു സർക്കുലേഷൻ മൈഗ്രേഷൻ ആണ് നടക്കുന്നത്. ഇപ്പൊ SFIയുടെ നേതാവ് പറഞ്ഞതിനോട് ഞാൻ അംഗീകരിക്കുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഏകദേശം 2.2 മില്യൺസ് ഓഫ് ആളുകൾ പുറത്ത് പോകുന്നുണ്ട് ജോലിക്ക് വേണ്ടിയിട്ട്. 1.8 മില്യൺ പീപ്പിൾ ദേ ആർ കമ്മിങ് ബാക്ക്. അപ്പോൾ ബാക്കി ആളുകൾ ഓൾറെഡി വരുന്നുണ്ട്. മീൻസ് ഇറ്റ്സ് ലൈക്ക് എ സർക്കുലേഷൻ. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഇത് നടക്കുന്നതെന്നാണ്. സാർ, എത്ര വയസ്സ് മുതലാണ് ഒരു യുവാവ് അല്ലെങ്കിൽ ഒരു യുവതി മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? 18 വയസ്സ് മുതൽ തുടങ്ങുന്നു. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണ് സാർ? അതിന്റെ ഏറ്റവും കൂടുതൽ അദ്ദേഹം പറഞ്ഞു, യൂത്ത് കോൺഗ്രസിന്റെ നേതാവിടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അദ്ദേഹം ബാംഗ്ലൂരാണ് പഠിച്ചത്. ശരിയാണ് സാർ, ഞാനും തമിഴ്നാട്ടിലാണ് എൻ്റെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. അപ്പൊ എന്തുകൊണ്ടാണ് സാർ ഈ കഴിഞ്ഞ വർഷം +2-ന് 3,70,75,000 പരം കുട്ടികളാണ് ഇവിടെ നമ്മുടെ എക്സാമിനേഷൻ എഴുതി. അതിൽ ഏകദേശം 2,90,000 കുട്ടികൾ വിജയം കൈവരിച്ചു. സാർ, അവർക്ക് എത്ര നേഴ്സിംഗ് സീറ്റ് ഇവിടെ കൊടുക്കാൻ പറ്റും സാർ? വെറും 6,000 നേഴ്സിംഗ് സീറ്റാണ് സാർ നമുക്കിവിടെ ഉള്ളത്. സാർ, ATOT 6,000 ഉള്ളൂ. അതെ, ആ നമ്പർ ശരിയായിരിക്കില്ല. 6 ലക്ഷം 6,000 വെറും 6,000 ഗവൺമെന്റ് സീറ്റുകൾ മാത്രമേ. 6 ലക്ഷം അപേക്ഷകർ എല്ലാ വർഷവും കേരളത്തിലുണ്ട്. അതെ, കോളേജുകൾ വരലുണ്ടാവുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കുട്ടികൾ നേഴ്സിംഗ് ഒന്ന്, പിന്നെ രണ്ടാമത്തെന്ന് പറഞ്ഞാൽ സെക്ഷൻ പാരാമെഡിക്കൽ സെക്ഷനാണ്. കാരണം വിദ്യാർത്ഥികൾ എപ്പോഴും നോക്കുന്നത് അവർക്കൊരു ജോബ് ഓറിയൻറ്റഡ് കോഴ്സ് തന്നെയാണ്. പഠിച്ചാൽ ഉടനെ തന്നെ ജോലി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ വിദ്യാർത്ഥികളും ഓരോ മാതാപിതാക്കൾക്കോ അവരെ പഠിപ്പിക്കുന്നത് തന്നെ. അപ്പോൾ അതിനുള്ള സാഹചര്യം, അപ്പം ഇപ്പം ATOT, ഇപ്പം എൻ്റെ ഒരു സിസ്റ്റർ, അപ്പോൾ അതിനല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു കുട്ടി, +2 കഴിഞ്ഞ കുട്ടി, ATOT അല്ലെങ്കിൽ MLT ലാബ് ടെക്നീഷ്യൻ. സാർ, എത്ര സീറ്റുണ്ട് സാർ കേരളത്തിൽ? വെറും 64 സീറ്റേ ഉള്ളൂ കേരള സംസ്ഥാനത്തിൽ മൊത്തം. ലാബ് ടെക്നീഷ്യൻ എന്ന കോഴ്സ് പഠിക്കാൻ വെറും 64 സീറ്റേ ഉള്ളൂ സാർ. അതുപോലെ തന്നെ ATOT വെറും 75 സീറ്റേ ഉള്ളൂ സാർ. ഇവിടുന്ന് ഈ സ്റ്റാറ്റിസ്റ്റിക് കിട്ടിയെന്ന് അറിയില്ല. ഞാനൊരു ആശുപത്രി നടത്തുന്ന ആളാ. ശരി സാർ, അത് വിശദമായിട്ട് പരിശോധിച്ചാൽ മതി. കാരണം ആശുപത്രി ഇപ്പോഴും ഉണ്ടല്ലേ? ഉണ്ട്. പിന്നെ ആളല്ലേ ഞാൻ. ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ട കുറെ കണക്കുകളായി പറയുന്നത്. കേരളത്തില് ആരോഗ്യ മേഖല നിലനിൽക്കുന്നത് തന്നെ സർക്കാരേതര ആശുപത്രികളുണ്ടാ. അതുകൊണ്ട് ആ കണക്കിലൊക്കെ എനിക്ക് ഇൻക്ലൂഡിംഗ് പ്രൈവറ്റിലുള്ള കണക്കുകളാണ് ഞാൻ. അതുകൊണ്ടാണ് സാർ 18 വയസ്സ് മുതൽ എന്തുകൊണ്ട് കുട്ടികൾ ഇതല്ല വിഷയം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ സാർ, അതും കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം. രണ്ടാമത്തെ ഒരു കാര്യം കൂടെ, ഇപ്പൊ ഒരു കുട്ടി ഇപ്പൊ പാരാമെഡിക്കൽ കോഴ്സുമായി ബന്ധപ്പെട്ട ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ സാറിന്റെ മകളോ എൻ്റെ മകളോ അല്ലെങ്കിൽ ഈ ഇരിക്കുന്ന ആരുടെയെങ്കിലും ഒരു കുട്ടി ആയിക്കോട്ടെ, അവർക്ക് പാരാമെഡിക്കൽ കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഏറ്റവും ഒടുവിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, കുറേ ഏജൻസീസ് ഉണ്ട്. ഏജൻസീസ് കൺസൾട്ടന്റുമാർ എന്താണ് ചെയ്യുന്നത്? ഇവരെ ടെലികോൾ ചെയ്യുക, ഇവരെ പ്രൊവോക്ക് ചെയ്യുക ഈ കോഴ്സിലേക്ക്. എന്നാൽ ഈ കോഴ്സിന് ഈ നടത്തുന്ന കോളേജിന് അംഗീകാരം ഉണ്ടോ സാർ? സാർ, വെറും വെറും 1,500 സ്ക്വയർ ഫീറ്റ് ഉള്ള ബിൽഡിംഗ് വാടകയ്ക്ക് എടുത്തും അവിടെ നടത്തുന്നുണ്ട് സാർ പാരാമെഡിക്കൽ. ഇപ്പോ വിദ്യാഭ്യാസ മേഖലയല്ല ചർച്ചാ വിഷയമല്ല. ചർച്ചാ വിഷയം ഒരു സെക്കൻഡ്. ഇവിടെ നമുക്ക് ആക്ച്വലി ഉള്ള പ്രോബ്ലം ഉള്ളത് എക്സസ് ബ്രെയിൻ ഉള്ളതാണ് ഒരു പ്രശ്നം. നമുക്ക് സ്പെയർ ചെയ്യാനായിട്ട് ധാരാളം ബ്രെയിൻ ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, സഹാബ് പറഞ്ഞ ഒരുപാട് പേര് പോകുന്നു, അതോടൊപ്പം തന്നെ അതിനനുസരിച്ച് ഒരുപാട് പേര് തിരിച്ചു വരുന്നു. ആ കണക്കിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം ഗൾഫിൽ നിന്നാണ് തിരിച്ചു വരുന്നത്. അവര് തിരിച്ചു വരുന്നതിന്റെ പ്രധാന കാരണം അവർക്ക് അവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ ഒക്കില്ല. അതുകൊണ്ട് മാത്രമാണ് എവിടെയൊക്കെ സ്ഥിരതാമസത്തിന് ചാൻസ് ഉണ്ടോ അവിടെയൊക്കെ ഒരു 95% ആളുകൾ അവിടെ സ്ഥിരതാമസമാകും, തണുപ്പാണെങ്കിലും. പിന്നെ എന്നെ പോലത്തെ ചില കിറുക്കന്മാര് എല്ലാം കളഞ്ഞിട്ട് തിരിച്ചു വരും. അത് എക്സെപ്ഷൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ അമേരിക്കയിൽ തന്നെ 1% 1.5% ഉള്ളൂ ഇന്ത്യൻ വംശജര്. ജൂതന്മാരെ ഓവർടേക്ക് ചെയ്തിരിക്കുക ഇൻ സമ്പത്ത്. ദേ ആർ ദ റിച്ചസ്റ്റ്.
അത് മാത്രമല്ല പലർക്കും കയറി പറ്റാൻ ഒക്കാത്തൊരു മേഖല രാഷ്ട്രീയം. നിങ്ങൾ കേട്ടിരിക്കും 1-2 ദിവസം ലോസ് ആഞ്ചൽസിന്റെ മേയറായിട്ട് മിക്കവാറും ഒരു തമിഴ് സംസാരിക്കുന്ന മലയാളി സ്ത്രീ എലക്ട് ചെയ്യാൻ പോകുന്നു. അമേരിക്കയുടെ പ്രസിഡൻസിയുടെ അടുത്ത് വരെ ഈവൻ ഹോട്ടൽ ഇൻഡസ്ട്രി പോലും ആ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, മനസ്സിലായില്ലേ? പിന്നെ പലരും ചിലപ്പം അറിയാത്ത ഒരു കാര്യം, അമേരിക്കയിൽ സകലവർക്കും പെൻഷൻ ഉണ്ട്, സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ. ഒരു ജോലി ചെയ്തില്ലെങ്കിലും പെൻഷൻ കിട്ടും. 60-65 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ മിനിമം. ഇതും കൂടെ കേട്ടാ ഉള്ളവരും കൂടെ അമേരിക്കയിലോട്ടൊക്കെ പോകും. അല്ല, ഈ അമേരിക്കൻ മിനിമം പെൻഷൻ വാങ്ങിച്ച് കോസ്റ്റാറിക്ക തുടങ്ങി പല രാജ്യങ്ങളിലും അമേരിക്കൻ സിറ്റിസൺസ് താമസമാക്കുന്നുണ്ട്. ഇവിടെയും ഫാം എന്ന് പറഞ്ഞൊരു ഓർഗനൈസേഷൻ ഉണ്ട് അമേരിക്കയിൽ. സോഷ്യൽ സെക്യൂരിറ്റി വാങ്ങിച്ച് വയസ്സായ ഒരു 100-150 ഫാമിലി ആയിരിക്കും. അവർ എല്ലാ കൊല്ലവും കൂടുന്നുണ്ട്. കൊച്ചിയിൽ കുറെ പേരുണ്ട്. പരമസുഖമായിട്ട് ഇവിടെ കഴിയും. ഇതൊരു വലിയ അട്രാക്റ്റീവ് ഫീൽഡാണ്. അപ്പോൾ ഇവിടെ ഈ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞല്ലോ, ഇവിടെ ഫോറിൻ യൂണിവേഴ്സിറ്റീസ് തുടങ്ങാൻ പോകണം. ഇതെല്ലാം നേരെ നെഗറ്റീവ് ട്രെൻഡാ. ഇവിടെ ചെയ്യേണ്ടത് വിദേശത്തു നിന്നും വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവരിക, മനസ്സിലായില്ലേ? ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്ന പോലെ ഒരുപാട് ലക്ഷക്കണക്കിന്, എസ്പെഷ്യലി ആഫ്രിക്കയിൽ നിന്നൊക്കെ. ഇത് നടക്കാത്ത കാരണം എന്തറിയാം? ഇവിടുത്തെ സർവകലാശാലകളുടെ എന്താ പറയുക അഡ്മിഷൻ പ്രോസസ്സ്, മനസ്സിലായില്ലേ? ഈ അഡ്മിഷൻ പ്രോസസ്സ് സംഭവം വളരെ ഭാവനയുള്ള, ഈവൻ സ്റ്റേറ്റ് ലെവലിൽ തന്നെ ഖാന ഇന്ന് ഒരാൾക്ക് അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് പഠിക്കാൻ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അവര് ഫീസ് തരും, ആവശ്യത്തിന് അവർക്ക് ജോലി കിട്ടും. ആ ഒരു ട്രെൻഡ് നമ്മൾ എങ്ങനെയാണോ ടൂറിസം പ്രൊമോട്ട് ചെയ്തത്, അതുപോലെ നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്ത് അത് പോസിബിൾ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് പഠിച്ചു പോകുന്ന ഓരോ വിദ്യാർത്ഥിയും അവരുടെ ജന്മം മുഴുക്ക ഇന്ത്യയുടെ അംബാസഡറായിട്ട് തീരും. ഓക്കെ, ബ്രെയിൻ ഡ്രെയിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ നമ്മളവരെ തിരിച്ചു കൊണ്ടുവരണം. ഇതിനെ കുറിച്ച് പഠനം നടത്തിയല്ലേ? അതെ, പഠനം നടത്തി യൂട്യൂബറുമാണ്. തിരിച്ചു കൊണ്ടുവരണം പറയുന്നു. എങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും? തിരിച്ചു കൊണ്ടുവന്നാലത്തെ അപകടം ഒന്ന് ആലോചിച്ചിട്ടുണ്ട്. ഈ ഗൾഫിലും അമേരിക്കയിലും യൂറോപ്പിലും എല്ലാരും കൂടി ഇങ്ങോട്ട് തിരിച്ചു വന്നാൽ ഇവിടെ നമ്മൾ എവിടെ അക്കോമഡേറ്റ് ചെയ്യും? ഇവര് 100 പേര് പോകുന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് ഇവിടുത്തെ നാട്ടിൽ താമസിക്കുന്ന ഹോട്ടലല്ലേ ഇവരൊക്കെ തുടങ്ങി കഴിഞ്ഞു. അതിനകത്ത് സ്കോപ്പില്ല. നാട്ടിൽ താമസിക്കുന്ന 50 പേർക്ക് ഇവിടെ വേറെ പ്ലേസ്മെന്റ് കിട്ടുക. പോകുമ്പോ ഇവര് 50 പേര് പുറത്തേക്ക് പോയെങ്കിൽ അങ്ങനെ പഠനത്തിൽ എന്താ മനസ്സിലായത്? അങ്ങനെ തിരിച്ചു വരാൻ പറ്റുമോ? തിരിച്ചു വരാൻ പറ്റില്ല. ഗൾഫ് നാടിൽ നിന്ന് 2 ലക്ഷം ആൾക്കാർ കുറച്ചു കാലം മുമ്പ് വന്നു. അങ്ങനെ എല്ലാം പശു വളർത്തു. വരുന്നവർക്ക് പശുവിനെ പോലും കിട്ടുന്നത് അല്ല, അത് പെടലേക്ക് പിടിക്കാം, പറഞ്ഞു വിടുമ്പോ വരുന്നതാ. അല്ലാതെ സ്വമനസ്സാലെ PR-ഓ അതുപോലെ ബെറ്റർ പ്ലേസ്മെന്റ് കിട്ടി ആരും തന്നെ തിരിച്ചു വരുന്നില്ല. നാട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞാൽ എല്ലാവരും പോകുന്നത്. പക്ഷെ കാരണന്മാർ പോലും തിരിച്ച് നാട്ടിലേക്ക് വരാൻ താല്പര്യം കാണിക്കുന്നില്ല. അല്ലെ അവിടെ അതുപോലെ ബുദ്ധിമുട്ടുണ്ടാകണം. പിന്നെ രണ്ടാമത് ഈ ജോബ് ഓപ്പർച്യൂണിറ്റി ഇവിടെ ഇല്ലേ, അവരങ്ങോട്ട് പോകുന്നതിന് ഇവിടെ അത്ര വേക്കൻസി ഉണ്ടാവുക. അവിടെ അക്കോമഡേറ്റ് പറഞ്ഞ പോലെ നല്ല ശമ്പളവും അതുപോലെ തന്നെ നല്ല ജീവിത സാഹചര്യവും ഒക്കെ വിദേശത്ത് കിട്ടുന്നൊരു തോന്നലാണ് ആൾക്കാർ പറയാൻ വന്നത്. നമ്മുടെ എന്റെ ഒരു കസിൻ അമേരിക്കയിലുണ്ട്. അപ്പൊ ഞാൻ ചേച്ചിയോട് സംസാരിച്ചു, എന്താണ് നിങ്ങൾ നാട്ടിലേക്ക് വരാൻ പ്ലാൻ ഉണ്ടോ, എന്താണ് നിങ്ങളുടെ? അപ്പൊ ആ ചേച്ചി പറഞ്ഞൊരു മറുപടി എന്താ വെച്ചാൽ, എന്റെ മകന് ഞാൻ അമേരിക്കയിൽ കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ നിലവാരം കേരളത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ എനിക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലക്ഷങ്ങൾ ഫീസ് കൊടുക്കുന്ന സ്ഥാപനത്തിലേക്ക് എൻ്റെ കുട്ടീനെ അയക്കേണ്ടി വരും. അങ്ങനെ ഇത്രയും ലക്ഷങ്ങൾ ചെലവാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്ന ജോലി എനിക്ക് വേണ്ടി വരും. അത് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം നാട്ടിലേക്കില്ല, ഞാൻ ഇവിടെ ഒരു വീട് വാങ്ങി ഇവിടെ സെറ്റിൽ ആവുക എന്ന് വളരെ ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് ചേച്ചി പറയുകയാണ്. അവർ നാട്ടിൽ വീടും സ്ഥലമുള്ള ആളുകളാണ്, പക്ഷെ അവർക്ക് നാട്ടിലേക്ക് വരണതിനെ കുറിച്ച് ഒരു താല്പര്യമില്ല. ഇതിൽ ഇപ്പോൾ നേരത്തെ നേഴ്സിങ്ങിനെ കുറിച്ചൊക്കെ കൂടുതൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടിയിട്ടും പഠിച്ച ആളുകൾ വിദേശത്തേക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇപ്പോൾ വേറൊരു ട്രെൻഡ് അല്ലെങ്കിൽ വേറൊരു സാധ്യത ഈ ടൂറിസത്തിൻ്റെ ഒപ്പം തന്നെ ഹെൽത്ത് ടൂറിസത്തിന് സാർ നല്ല സാധ്യത കേരളത്തിൽ ഉൾപ്പെടെ ഉണ്ട്. ആ സാധ്യതകളെ പ്രയോജനപ്പെടുത്തുക, അങ്ങനെ ഈ ആളുകളുടെ കഴിവിനെ ഉപയോഗപ്പെടുത്താനുള്ള സാഹചര്യങ്ങൾ സായിപ്പന്മാരോട് വന്നിരിക്കും. അതായത് ടോട്ടൽ മെഡിക്കൽ അല്ല, ഇവർ ചികിത്സിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരിക. ഇന്ത്യയിലുള്ള ആരോഗ്യ മേഖല ഫാർ ഫാർ സുപ്പീരിയർ ദാൻ വാട്ട് ഈസ് ഇൻ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. പിന്നെ ക്വാളിറ്റി പർട്ടിക്കുലർ സ്പെഷ്യാലിറ്റി മറ്റേത് പറഞ്ഞു ഇവിടെ ചെലവ് കുറച്ച് കിട്ടും. അമേരിക്കയിൽ ചെന്ന് ഒരു മരുന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിലുള്ള കടമ്പ ഇതൊക്കെയാണെന്ന് അറിയാം, അനുഭവത്തിൽ നിന്ന് പറയാം. അതത്ര എളുപ്പമൊന്നുമല്ല. പിന്നെ പെട്ടെന്ന് അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന ഒരു നേഴ്സ് പ്രാക്ടീഷണറെ ആയിരിക്കും ആദ്യം. ഡോക്ടറെ കാണുന്നത് കുറച്ച് താമസവും അപ്പോയിന്റ്മെന്റ് ഒക്കെ വേണം. അതൊക്കെ കണക്കാക്കുകയാണെങ്കിൽ നമ്മുടെ ആരോഗ്യ മേഖല അമേരിക്കയിലെ സ്ഥിരതാമസമൊക്കെ
അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ നന്നായിരിക്കുന്നിടത്തോളം കാലമേ ഉണ്ടാവുകയുള്ളൂ. എന്ന് ആ സമ്പദ് വ്യവസ്ഥയ്ക്ക് തകർച്ച പറ്റുന്നോ അന്ന് അവിടെ നിന്ന് തിരിച്ചിങ്ങോട്ട് വരാൻ അതിന്റെ തെളിവാണല്ലോ ആരംഭിക്കും. നാളെ സാമ്പത്തികമായ അസ്ഥിരത അവിടെ വന്നാൽ, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് തിരിച്ച് ലക്ഷക്കണക്കിന് ആളുകൾ തിരിച്ചു വന്ന കാര്യം പറഞ്ഞില്ലേ, ഇത് നാളെ മറ്റു രാജ്യങ്ങളിൽ സംഭവിച്ചുകൂടാ എന്നില്ല. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ എല്ലാം മാതൃകാപരമായ രൂപത്തിൽ നടക്കുന്ന ഒരു സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണ എന്ന് തന്നെയാണ് ഇവിടെ 250 കൊല്ലമായിട്ട് നടക്കുന്ന ഒരു സിസ്റ്റം അവിടെ പെർഫെക്റ്റ് എന്ന് പറയാൻ ഒക്കില്ല. പക്ഷെ ഒരു തരത്തിലും ഒരു തകരാറും ഉണ്ടാവാതെ അടുത്ത 250 കൊല്ലം കൂടി പോകുമെന്ന് ലോക ജനത വിശ്വസിക്കുന്നു. അതാണ് അവരുടെ ഏറ്റവും വലിയ സക്സസ്. ഇവിടെയും ഈ സിസ്റ്റം കണ്ടിന്യൂ ചെയ്യും. അല്ലാതെ വേറൊരു ബദലില്ല. പട്ടാളക്കാർ ഭരിക്കാൻ പോകുന്നില്ല. ഇതൊക്കെയാണ് നമുക്കുള്ള സ്ട്രെങ്ത്. മനസ്സിലായില്ലേ? പല രാജ്യങ്ങൾക്കും ഇതില്ല, ഇൻക്ലൂഡിങ് സോവിയറ്റ് യൂണിയൻ, ഇൻക്ലൂഡിങ് ചൈന, ഒരു ഇൻവേർട്ടഡ് പിരമിഡിൽ ഇരിക്കുന്നത്. 2 പ്രശ്നം ഞാൻ പറയണം. ഒന്ന്, ഈ LPG വന്നല്ലോ, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ഇത് വന്നപ്പോ തൊട്ടേ ഞങ്ങളുടെ പാർട്ടിക്കാർ പറയുന്ന ഒരു പ്രശ്നമുണ്ട്, ഇത് കുഴപ്പമാവാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളത്. ഗ്ലോബൽ വില്ലേജായി മാറുവാണല്ലോ. അപ്പൊ ഗ്ലോബൽ വില്ലേജായി മാറുന്നതോടുകൂടി ഈ രാജ്യങ്ങളുടെ അതിർത്തികളെല്ലാം കുറെ വിതറിയപ്പെട്ടു. അതാണ് നേരത്തെ പറഞ്ഞ പോലെ സ്വീഡനും ഡെൻമാർക്കും ഒക്കെ നമുക്ക് കൊച്ചിയും കാക്കനാടും പോലെ കോന്നി പോലെ തോന്നുന്നു വളരെ അടുത്ത സ്ഥലങ്ങളായി മാറുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അതൊരു കാര്യമുണ്ട്. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോഴും അവിടെ പോകുന്ന ആളുകളുടെ റിസോഴ്സ് രാജ്യത്തിന് നഷ്ടപ്പെടുമ്പോഴാണ് അത് ബ്രെയിൻ ഡ്രെയിൻ ആവുന്നത്. ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ ശ്രമിക്കുന്ന ഒരു വാദം, നേരത്തെ തൊട്ടേ ഗൾഫിലേക്ക് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായി അവരവിടെ ചെലവഴിച്ച അവരുടെ അധ്വാനത്തിന്റെ മൂലധനം, ആ സമ്പത്ത്, അത് ഈ നാട്ടിലേക്ക് തിരിച്ചു നമ്മൾ അനുഭവിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് ഈ യൂറോ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്ന ആളുകളാണ് ഗൾഫ് രാജ്യങ്ങൾ വന്ന പോലെ അത് തിരിച്ചിങ്ങോട്ട് വരാത്തത്. അതും സർക്കുലേറ്റ് ചെയ്യപ്പെട്ടാൽ മതി. പിന്നെ മറ്റൊരു കാര്യം, നേരത്തെ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ കുറച്ച് വാദങ്ങൾ ഒരുമിക്കുന്നുണ്ട്. ഈ ബ്രെയിൻ ഡ്രെയിൻ സംഭവിക്കുന്ന മറ്റൊരു മേഖലയുണ്ട്. ഉദാഹരണത്തിന്, ഈ കൊച്ചി നഗരത്തിൽ ഒരാൾ ഊബർ ഓടിക്കുകയാണ്. ആള് പണിയെടുക്കുന്നത് എവിടെയാ? കൊച്ചിയിലാണ്, കേരളത്തിലാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ തൊഴിലിന്റെ വരുമാനത്തിന്റെ ലാഭം, പ്രോഫിറ്റ് ആർക്കാ കിട്ടുന്നത്? അത് ഇന്ത്യക്കല്ല കിട്ടുന്നത്. അപ്പൊ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഫിസിക്കലായി ഇവിടെ നിന്ന് അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യുന്നതും തിരിച്ചു വരുന്നതും മാത്രമായ പ്രശ്നമല്ല, പുറത്ത് പോകുന്ന ആളുകളെ ഇവിടെ ഉപയോഗപ്പെടുത്താം. കഴിഞ്ഞ ഗവൺമെന്റ് ചെയ്ത ലോക കേരള സഭ അങ്ങനെ വിളിച്ചു ചേർത്ത് ലോകത്തുള്ള എല്ലാ പ്രവാസികളെയും കൊണ്ടുവന്ന് ഇവിടെ കൊണ്ടുവന്നു. യൂസുഫ് അലി വിദേശത്ത് പോയി ബിസിനസ് ചെയ്തിട്ട് അതിന്റെ ഭാഗമായിട്ടുള്ള അദ്ദേഹത്തിന്റെ സമ്പാദ്യം എല്ലാം കൂട്ടിച്ചേർത്ത് ലുലു മാളുകൾ തുടങ്ങുന്നില്ലേ? അവിടെ എത്ര ചെറുപ്പക്കാർക്ക് പണി കിട്ടുന്നുണ്ട്. അപ്പം ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസത്തെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കുറച്ചുകൂടെ അതിന്റെ കോറിൽ പിന്നെ ഒറ്റൊരു കാര്യം കാര്യം കൂടെ നമ്മളിപ്പം പറഞ്ഞതിൽ വിദ്യാഭ്യാസവും തൊഴിലും എക്കണോമിയും മാത്രം നമ്മൾ ചർച്ച ചെയ്യുമ്പോഴും കൾച്ചറൽ ഒരു എലമെന്റ് ഇല്ലേ? ഇപ്പോ ഇവിടെയുള്ള കസ്റ്റംസ്, ലോസ്, വാല്യൂസ്, ട്രഡീഷൻസ്, ഇവിടുത്തെ കുറെ കെട്ടുപാടുകൾ, മാമൂലികൾ, ഇതിൽ നിന്നൊക്കെ മടുത്തിട്ട് കുറച്ചുകൂടെ സ്വതന്ത്രമായൊരു ലോകത്ത് ജീവിക്കാലോ എന്ന് ചെറുപ്പക്കാർ വിചാരിക്കുമ്പോൾ അവരെ ആകർഷിക്കുന്ന കുറെ എലമെന്റുകൾ മറ്റു സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ നമ്മളുടെ ചിന്താഗതികളിലൊക്കെ കുറെ മാറ്റം ഉണ്ടാവുക എന്നുള്ളതും പ്രധാനമാണ്. തൊഴിൽ മാറ്റം ഉണ്ടായിട്ട് കാര്യമില്ല. തൊഴിൽ ചെയ്യുന്ന പഠിക്കുന്ന വിദ്യാർത്ഥിക്ക് സ്വതന്ത്രമായി ജീവിക്കാൻ പറ്റുന്ന ഒരു സാമൂഹിക അന്തരീക്ഷവും കൂടെ നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മുടെ ചിന്താഗതി ഇപ്പൊ പറഞ്ഞിരിക്കുന്ന കാര്യം കൂടുതൽ റെമിറ്റൻസിന് കൂടി ഇൻവോൾവ് ആയിട്ടാണ്. അതായത് ഗൾഫിലെ പൈസ ഇങ്ങോട്ടേക്ക് വരുന്നു, ഇവിടെ അത് യൂസ്ഫുൾ ആവുന്നു. പക്ഷെ ഇതേ കാര്യം യൂറോപ്പിന്റെ കാര്യത്തിലും അല്ലെങ്കിൽ കാനഡയുടെ കാര്യത്തിലും ഓസ്ട്രേലിയ, ഈവൻ US-ന്റെ കാര്യത്തിലും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പൈസ അയക്കണമെങ്കിൽ റെമിറ്റൻസ് ഉണ്ട്, ഗൾഫ് പോലെ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, അത്രയും പെർസെന്റേജ് ഓഫ് ടാക്സ് അടച്ചിട്ടാണ് വരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മളിപ്പോഴും എപ്പോഴും പറയുന്നത്, ഇഷ്യൂസ് പറയുന്നത് ബ്രെയിൻ അങ്ങോട്ടേക്ക് പോകുന്നു. ഇവിടെയുള്ള സ്റ്റുഡൻസിന് അല്ലെങ്കിൽ ഇവിടെയുള്ള സ്റ്റുഡൻസിന് ഇവിടെ കാറ്റർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ജെൻസിനെ നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ജെൻസി മുതൽ ആൽഫ വരെയുള്ള ഇപ്പോൾ ഉള്ള കുട്ടികളെ നിങ്ങളെന്നല്ല നമ്മളാരും മനസ്സിലാക്കിയിട്ടില്ല. കാരണം അവർക്ക് ആവശ്യമുള്ള പല കാര്യങ്ങളിലും റെസ്ട്രിക്ഷൻസ് അവർക്ക് ഫീൽ ചെയ്തു തുടങ്ങി. അപ്പോഴാണ് അവരിവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്ന പോലത്തെ ആറ്റിറ്റ്യൂഡ് കാണിക്കുന്നത്. അല്ലാതെ അവർക്ക് മറ്റൊരു സ്ഥലത്ത് ഇപ്പം ഇവിടുന്ന് ബാംഗ്ലൂരേക്കെങ്കിലും പോയി പഠിക്കണം എന്ന് ചിന്തിക്കാത്ത കുട്ടികൾ ഉണ്ടാവില്ല. കാരണം അവർ പോകുന്നത് പഠിപ്പ് മാത്രമല്ല, അവർക്കുള്ളൊരു സർക്കംസ്റ്റൻസ് കൂടിയുണ്ട്. ആ സർക്കംസ്റ്റൻസിനെ കൂടി കാറ്റർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുമ്പോഴാണ് ഇവിടെ ഒരാൾ സ്റ്റിക്ക് ഓൺ ആവുന്നുള്ളൂ. ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ഒരു രാജ്യത്തോടുള്ള ഉത്തരവാദിത്വം അങ്ങനെയൊക്കെ ആരൊക്കെയോ വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നേരെ തിരിച്ചുണ്ട്. മൈഗ്രേഷൻ ആദ്യമായിട്ട് ഈ പറയുന്ന ഒരു മോട്ടീവ്, ഒരു ഡ്രൈവ് വേണം, അതിനൊരു പ്രേരക ഘടകം എന്ന് പറയുന്നത്. ആ പ്രേരക ഘടകത്തിൻ്റെ ഈ വിദ്യാർത്ഥികളുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഗവേഷണം ചെയ്ത കാര്യത്തിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം,
എത്രമാത്രം ഈ സമൂഹത്തിൽ നിലനിന്ന് പോകാൻ പറ്റുന്നില്ല, അവരവരുടെ താല്പര്യങ്ങൾ, സ്വാതന്ത്ര്യം, അതിനെ മാനിക്കാത്തൊരു സമൂഹത്തിൽ നിന്ന് ഓടിപ്പോകുവാനുള്ള ആഗ്രഹം പല ആളുകൾക്കും ഉണ്ട്. അപ്പൊ അത് ഈ ഒരു ആഗ്രഹത്തിനെ നമ്മൾ കാണാതെയാണ് അതിനെ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന ഒരു പുറത്തുനിന്നുള്ളൊരു വാക്കുകൊണ്ട് അതിനെ സമീപിക്കാൻ ശ്രമിക്കുന്നത്. തെറ്റാണ്. അത് തെറ്റാണെന്ന് പറഞ്ഞാൽ ഭരണകൂടവും കുടുംബവും ഒരുപോലെ തന്നെ മാറി ചിന്തിക്കേണ്ട ഒരു ആവശ്യമാണിത്. രണ്ടാമത്തെ കാര്യം ഭരണകൂടം തന്നെയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇവിടെ ആരോ ഉന്നയിച്ചൊരു കാര്യമാണ്, എങ്ങനെയാണ് നമ്മൾ ഇന്ത്യൻ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ എത്രമാത്രം പ്രാധാന്യമാണ് പുതിയ വിദ്യാഭ്യാസ രീതികൾക്കും അതുപോലെ തന്നെ എത്ര പണമാണ് നമ്മൾ ഗവേഷണത്തിന് കൊടുക്കുന്നത്. ഇപ്പം നമ്മൾ പല മെഡിറ്ററേനിയൻ രാജ്യങ്ങളിലോ, ചൈനയെ പറ്റിയൊന്നും പറയണ്ട, അതുപോലെയുള്ള രാജ്യങ്ങളിൽ പോലും ആലോചിച്ചാൽ ദേശീയ ബഡ്ജറ്റിൻ്റെ ഏതാണ്ടൊരു വലിയൊരു ശതമാനം, 9%, 11% ഇങ്ങനെയുള്ള രീതിയിലുള്ള ചെലവാണ് വരുന്നത്. ഇത്രയും ജനസംഖ്യയുള്ളൊരു സ്ഥലത്ത്, ഇത്രയും ആവശ്യങ്ങളുള്ളൊരു സ്ഥലത്ത് എത്ര പണമാണ് നമ്മൾ ചിലവാക്കുന്നത്? നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ്റെ കാര്യം, നമ്മൾ 1 ലക്ഷം കോടി, 1.5 ലക്ഷം കോടിയിൽ നിന്ന് ഏതാണ്ട് 16,000 കോടിയായിട്ട് നമ്മൾ പരിവർത്തനം ചെയ്തത് 4 വർഷങ്ങൾക്കുള്ളിലെന്നാണ് എനിക്ക് തോന്നുന്നത്. കണക്ക് കൃത്യമായിട്ടും എനിക്ക് പറയാൻ പറ്റുന്നത്. എന്തായാലും വളരെയധികം നമ്മൾ ശോഷിച്ചു. ഇങ്ങനെയുള്ളൊരു ശോഷിച്ച ഗവേഷണം കൊണ്ട്, അല്ലെങ്കിൽ പരമാവധി സ്വകാര്യ സ്ഥാപനങ്ങൾ മുതൽ മുടക്കുന്ന ഗവേഷണ സംരംഭങ്ങൾ കൊണ്ട് അതിലൊരിക്കലും കയറിപ്പറ്റാൻ വയ്യാത്ത രീതിയിലുള്ള ഒരു വലിയ ജനതയുള്ളിടത്ത് ആളുകൾ അവരിപ്പോൾ ജോർജിയയിലോ അല്ലെങ്കിൽ പോളണ്ടിലോ മറ്റൊരു സ്ഥലത്തോ പോയി പഠിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. അപ്പൊ അങ്ങനെ ആ അവസ്ഥ ഉണ്ടാകുമ്പോഴത്തേക്ക് തിരിച്ചു വരുമ്പോൾ അവർക്ക് ബ്രിഡ്ജ് കോഴ്സുകൾ എഴുതുകയോ മറ്റു പരീക്ഷ എഴുതേണ്ടി വരുന്നു. അതിന്റെ വിജയ ശതമാനം വെറും 20% താഴെയാണ്. ഇപ്പം വളരെയധികം പ്രശ്നമുള്ളൊരു ഒരു സിറ്റുവേഷനാണ് നമ്മളുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഈ പോകുന്ന ആളുകളുടെ ശാരീരികവും മാനസികവുമായ സുരക്ഷ നമ്മളുടെ ഭരണകൂടത്തിന് എത്ര പ്രധാനപ്പെട്ടതാണെന്ന് ഉറപ്പായിട്ട് നമ്മൾ ആലോചിക്കേണ്ട കാര്യമാണ്. ഇവിടുന്ന് കുട്ടികളെ രക്ഷപ്പെട്ട് പഠിക്കാനായിട്ട് യൂറോപ്യൻ രാജ്യത്തേക്ക് പോകുന്നു പറഞ്ഞു. പക്ഷെ യൂറോപ്യൻ രാജ്യത്ത് പഠിക്കാൻ പോകുന്ന കുട്ടികള് അത് ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ മാത്രം പോവുക. കാരണം ഒരു കുട്ടി ഒരുപാട് ഇങ്ങോട്ട് വരരുത് എന്ന് അവിടുത്തെ ഇല്ല ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ പോകുന്ന ഒരു സ്റ്റുഡന്റ് അവർക്കൊരു പാർട്ട് ടൈം ജോബ് ചെയ്യണം, അതോടൊപ്പം അവർക്ക് വിദ്യാഭ്യാസവും നടക്കണം. ഓക്കെ, അവർ മൺഡേ ടു വെനസ്ഡേ അല്ലെങ്കിൽ ചില വീക്കെൻഡിലായിരിക്കും അവർക്ക് ജോലി കിട്ടുക. ആ വീക്കെൻഡ് തന്നെ ആയിരിക്കും അവർക്ക് ക്ലാസ്സുകളുള്ള. അപ്പം ഈ ഒരു സ്റ്റുഡന്റ് രാവിലെ ഒരു 6 o'clock തന്നെ ബസ് പിടിച്ച് എഴുന്നേറ്റ് യൂണിവേഴ്സിറ്റി പോയി പഠിച്ച് തിരിച്ചു വന്ന് നേരെ ജോലിക്ക് കയറുന്ന കുട്ടികളുണ്ട്. അപ്പം അത്രയും മൈൻഡ് സെറ്റ് ഉള്ള ആളുകൾ മാത്രം കയറി പോവുക. ഇപ്പൊ എന്റെ സ്ഥാപനത്തിൽ, UK എന്റെ സ്ഥാപനത്തിൽ തന്നെയാണെങ്കിലും ഇപ്പൊ അവർ ഈവനിങ്ങിൽ പാർട്ട് ടൈം ജോലിക്ക് വരും. അപ്പൊ ഇവര് ഒരു 6 o'clock തൊട്ട് ഒരു 10 o'clock വരെ നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു 10 o'clock കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നെക്സ്റ്റ് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ നെക്സ്റ്റ് ഷോപ്പിൽ അവർ ജോലിക്ക് കയറുവാണ്. വീണ്ടും തന്നെ. കാരണം അവർക്ക് രാവിലെ പോകുന്നതാണ്, രാവിലെ ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ റെസ്റ്റോറൻറ്റിൽ ജോലി കഴിഞ്ഞിട്ട് അടുത്ത സ്ഥലത്ത് അവർ ജോലിക്ക് പോവാണ്. കാരണം അവർക്ക് അന്നൊരു ദിവസമാണ് അവിടെ ആ ജോലിക്കുള്ള ഓപ്പർച്യൂണിറ്റി ഉള്ളത്. മൺഡേ ടു തേഴ്സ്ഡേ എന്ന് പറയുമ്പോൾ വീക്ക് ഡേയ്സിൽ ജോലികൾ കുറവാണ്. അപ്പം വിദേശത്ത് കയറിപ്പോകുന്ന കുട്ടികൾ, ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള കുട്ടികൾ മാത്രം പോവാ. ഇതില് സാർ നമ്മുടെ വിഷയത്തിന്റെ ഒരു മെയിൻ കാര്യം എന്തുകൊണ്ട് ഇവിടുന്ന് യുവാക്കൾ പോകുന്നു എന്നുള്ളതാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർക്ക് അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് ഒന്നുണ്ട്. ശമ്പളം, ഇപ്പൊ നമ്മുടെ സുഹൃത്ത് പറഞ്ഞു ഇവിടെ വേക്കൻസി ഇല്ല. ഞാൻ പറഞ്ഞ വേക്കൻസിയിൽ ഉപരി ഏറ്റവും വലിയ പ്രശ്നം ശമ്പളമാണ്. കാരണം ഇവിടെ ഒരു മാസം 30,000 കിട്ടുകയാണെങ്കിൽ അവിടെ അത് 3 ലക്ഷമാണ്. അപ്പം ഇവിടെ വേണ്ട ഒരു രീതി എന്ന് പറയുന്നത് തൊഴിൽ ദാതാക്കളെ നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. പവർഫുൾ ആയി എല്ലാവരും സർക്കാർ ജോലി കാത്തിരുന്ന കിട്ടാൻ പോകുന്നു. എക്സാക്ട്ലി. കാരണം ശക്തരായ എംപ്ലോയേഴ്സ് വേണം. അതിന് പ്രൈവറ്റ് സെക്ടർ പവർഫുൾ ആവണം, ഗവൺമെന്റിന്റെ സപ്പോർട്ട് അതിൽ വേണം, നല്ലൊരു എക്കോ സിസ്റ്റം ഇവിടെ ഉണ്ടാവണം. ഇപ്പൊ സാറ് ഒരു സംരംഭം കൂടി നടത്തുന്ന ആളല്ലേ, നമുക്കറിയാം ഒരു 10 പേർക്ക് മാസം ശമ്പളം കൊടുക്കാൻ തന്നെ ഇവിടെ പലരും കഷ്ടപ്പെടുന്നുണ്ട്. പല എംപ്ലോയേഴ്സിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അവരെ നല്ല രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യുന്ന സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവരണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇപ്പൊ തന്നെ ഇവിടെ പല സ്റ്റാർട്ടപ്പുകളിലും അവിടുത്തെ ഉദ്യോഗസ്ഥർ തന്നെ മാസം 1 ലക്ഷം 3 ലക്ഷം ശമ്പളം വാങ്ങിക്കുന്ന സ്റ്റാർട്ടപ്പുകൾ ഇന്ത്യയിലുണ്ട്. അപ്പൊ മാതൃകകൾ നമുക്കുണ്ട്. അതിന്റെ നമ്പർ കൂട്ടാനുള്ള സപ്പോർട്ട് ഗവൺമെന്റും ഒക്കെ ചെയ്യാം. തൊഴിലന്വേഷകർക്ക് വല്ല ഉപദേശം വല്ലതും കൊടുക്കാനുണ്ടോ? കാര്യം ഒരുപാട് പേര് കയറിപ്പോ ഈയിടെ മുഖ്യമന്ത്രി പറഞ്ഞു ഇവരെയൊക്കെ നമുക്ക് മടക്കി കൊണ്ടുവരണം. പറയുന്നത് എളുപ്പമാണ്. നമ്മൾ ബ്രെയിൻ ഡ്രെയിനും മൈഗ്രേഷൻ ഓഫ് ലേബറുമായിട്ട് കൺഫ്യൂസ് ചെയ്യരുത്. മൈഗ്രേഷൻ ഓഫ് ലേബർ കാലാകാലങ്ങളിൽ പല ക്രിസ്ത്യാനികൾ മലബാറിൽ ചെന്നിട്ട് കൃഷി ശരിയാക്കിയില്ലേ, അതുപോലെ. പക്ഷേ ഇപ്പം തന്നെ ചൈനയിൽ സയന്റിഫിക് ഫീൽഡിൽ വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ചൈനീസ് വംശജർക്ക് തിരിച്ചു വരാനായിട്ട്
വലിയ ഇൻസെൻറ്റീവ്സ് ഉണ്ട്. ഇവിടെയും പണ്ടുണ്ടായിരുന്നു പൂൾ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ട് CSIR ഉണ്ടാക്കിയ സമയത്ത് വെളിയിൽ നിന്നൊക്കെ ഉള്ള ഒരുപാട് ആ തരത്തിലുള്ള ബ്രെയിൻ. ഇദ്ദേഹം പറഞ്ഞ വളരെ ശരിയാണ്. നമ്മുടെ R&D വളരെ ശോചനീയമാണ്. സർക്കാർ മുടക്കുന്ന കാശാണെന്നുണ്ടെങ്കിൽ 2%, 3% പോലും ആകുന്നില്ല. ഇതാണ് ഇവിടുത്തെ ഒരു വലിയ ശാപം. ആ മേഖലയിൽ കാര്യമായിട്ട് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാക്കി ഈ വരുന്ന സയന്റിസ്റ്റിന് ബേസിക്കലി ബ്രെയിൻ എന്ന് പറയുന്ന അവരെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ഉണ്ടാകണം. അവർ ഈ പറയുന്ന പോലെ നാടിനെ സേവിക്കാനായിട്ട് ഓടിയെത്തുന്നില്ല. ഇവിടുത്തെ PSC മെമ്പർക്ക് 4 ലക്ഷം രൂപ ശമ്പളം കൊടുക്കാമെങ്കിൽ ബൊട്ടാണിക്കൽ ഗാർഡൻസ് എന്ന് പറഞ്ഞിട്ട് തിരുവനന്തപുരത്ത് വലിയ ഇതുണ്ട്. ഞാൻ ഐ വാസ് ഷോക്ക്ഡ്. അവിടുത്തെ സയന്റിസ്റ്റിന് പെൻഷൻ പോലും ഇല്ല. അവിടെ ജോലി ചെയ്ത ഒരാളിന് പെൻഷൻ കിട്ടുന്നില്ല. ആ നിലയിലാണ് നമ്മൾ ഇവിടുത്തെ സയന്റിഫിക് ആൻഡ് സോകാൾ ബ്രെയിനിനെ കാണുന്നത്. ഈ അവസ്ഥയാണ് മാറേണ്ടത്. ഈ അവസ്ഥ മാറണമെന്നുണ്ടെങ്കിൽ ഈ സബ്ജക്ട് ഏരിയ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയും മന്ത്രിസഭയും മനസ്സിലാക്കണം. ഇവിടെ കുറെ ക്ലീശയുണ്ട്. ഇവിടെ വരുന്ന ഫോറിൻ NRIs ഒക്കെ വന്ന് വ്യവസായം തുടങ്ങണം. ഈ വ്യവസായം എന്ന് പറയുന്നത് ഇതൊന്നും അണ്ടികളിയാ, മനസ്സിലായില്ലേ? ആ സബ്ജക്ട് ഏരിയ മനസ്സിലാക്കാതെ ഒരാളൊരു വ്യവസായത്തിൽ ഇറങ്ങി കഴിഞ്ഞാൽ കുത്തുവാള എടുക്കും, മനസ്സിലായില്ല? അപ്പൊ ഇവർക്കൊക്കെ ആകെ ഉള്ള പോസിബിലിറ്റി റിട്ടേൺ ചെയ്യുമ്പോ ഒന്ന് സുഖമായിട്ട് താമസിക്കാനായിട്ട് ഇതുപോലെ പറ്റിയ ദൈവത്തിന്റെ നാടാ. കാലാവസ്ഥയാണെന്നുണ്ടെങ്കിലും സകല പരിപാടിയാണെന്നുണ്ടെങ്കിലും സുഖമായി താമസിക്കാൻ നോക്കുന്ന കളമൊരുക്കുക, അതിനു വേണ്ടിയുള്ള സഹായങ്ങൾ സർക്കാർ. അതിനപ്പുറമായിട്ട് ഇവരൊക്കെ വന്നു കഴിഞ്ഞോട് വ്യവസായം തുടങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. യുവാക്കള് പോകുന്നതിനെ കുറിച്ചിട്ടാണല്ലോ നമ്മൾ പറഞ്ഞത്. യുവാക്കൾ പോകുന്നതിൽ 1-2 വിഷയങ്ങൾ തോന്നിയത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ പഠിക്കാൻ വേണ്ടി പോകുന്നു എന്നുള്ള ധാരണ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം യൂറോപ്പിലേക്ക് പോകുന്ന ആൾ ആദ്യം അന്വേഷിക്കുന്ന അവിടുത്തെ ശമ്പളം എത്രയാണ്, എത്ര പൗണ്ട് കിട്ടും, അല്ലെ? മേഡത്തിനൊക്കെ അത് അറിയുന്നുണ്ടാവും. എത്ര ശമ്പളം കിട്ടുമെന്ന് നോക്കിയിട്ട് എത്ര സമയം, എത്ര മണിക്കൂർ അവിടെ ജോലി ചെയ്താൽ എന്റെ ലോണ് വീട്ടാം, അല്ലെങ്കിൽ എനിക്ക് എന്റെ ഫാമിലിയെ സുരക്ഷിതമാക്കാം എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത്. പിന്നെ കേരളത്തിൽ മാത്രമല്ല, മൊത്തം ഇന്ത്യയിലും നമ്മൾ നോക്കുന്ന സമയത്ത് പുതിയ സംരംഭങ്ങൾ, നമ്മളൊരു വികസിത ഇന്ത്യ എന്നുള്ള കാഴ്ചപ്പാടിലേക്കുള്ള ഒരു ചിന്ത കൊണ്ടുവരണം. കാരണം നമ്മളിപ്പോൾ ഒരു വികസ്വര രാഷ്ട്രത്തിലാണ് ജീവിക്കുന്നത്. 2047 കൂടിയിട്ട് വികസിത രാഷ്ട്രമാവണം എന്നുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന്റെ ഒപ്പം വരികയാണെങ്കിൽ നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോ ഗൾഫിൽ നിന്ന് വന്ന ആളുകളൊക്കെ ബിസിനസ് തുടങ്ങാന്ന് മാത്രമല്ല, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലൊക്കെ കാണുന്ന ഒരു ട്രെൻഡ് എന്താ വെച്ചാൽ, റോഡ് സൈഡിൽ ധാരാളം ബിൽഡിങ്സാ. ഈ വിദേശത്ത് നിന്ന് അവർ സമ്പാദിച്ച പൈസ മുഴുവൻ കൊണ്ടുവന്ന് ഇവിടെ ബിൽഡിംഗ് കെട്ടി കടറൂമാക്കി ഇട്ടിട്ട് അത് വാടകയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പൊ ആ വാടക കിട്ടി ജീവിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളെ പോലെയായിട്ട് നമ്മൾ മാറുകയാണ്. അതിന് പകരം പുതിയ സ്റ്റാർട്ടപ്പുകൾ, അങ്ങനെയുള്ള ചെറിയ ഐഡിയകൾ കൊണ്ടുവന്ന് ഇപ്പോൾ അതിന് പറ്റുന്ന സ്കീമുകൾ ഗവൺമെന്റ് കൊണ്ടുവരാനൊക്കെ കേരളത്തിൽ സാധിക്കണം. അതായത് ഇപ്പൊ നമ്മളിവിടെ പറയണത് ബ്രെയിൻ ഡ്രെയിനാ, പക്ഷെ ഇവിടെ ഒരു മണി ഡ്രെയിനും നടക്കുന്നുണ്ട്. ഇപ്പൊ എന്താ പറയാ, ആ മണി ഡ്രെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പുതിയ ഒരു ആളുകളുടെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികൾ പോകുന്ന പോലെ തന്നെയല്ല, കാർന്നോമാര് പോലും അവരുടെ സ്വന്തം സ്ഥലം വിറ്റുവർക്കി വിദേശത്തേക്ക് കിടക്കുന്ന സംസ്ഥാനത്തേക്ക് പോയി കേരളത്തില്. ഇവിടെ നമ്മുടെ കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തായിരുന്നു? സ്വയംഭരണ കോളേജ് സ്ഥാപിച്ചപ്പോൾ ഇവിടെ സമ്മതിച്ചോ? നേഴ്സിംഗ് കോളേജ് ഇവിടെ സമ്മതിച്ചോ? ഫാർമസിസ്റ്റ് ഇവിടെ സമ്മതിച്ചോ? ഇല്ലല്ലോ. ഇവിടെ നമുക്ക് പറ്റി 1998 സണ്ണറായിരിക്കും ജോൺ ഹോപ്കിൻസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക, അല്ല അതെ എന്റെ വീട്ടിൽ തന്നെ. അവിടെ ആ പ്രസ്ഥാനം കൊണ്ടുവരുന്നപ്പോൾ ഒരു 10,000 മുകളിൽ ആൾക്ക് ജോലി കിട്ടുന്ന 1998 അവിടെ നിന്ന് വന്ന ചെയർമാൻ എന്നാ പറഞ്ഞേ, I came to Kerala because I love Kerala, but I never knew such kind of crisis in Kerala എന്ന് പറഞ്ഞേ. അതായത് പൊളിറ്റിക്കൽ ക്രൈസിസ്. എന്താണ് സംഭവിച്ചത്? ഇവിടെ പൊളിറ്റിക്കൽ ക്രൈസിസ് ഇടതുപക്ഷ യൂണിയൻകാർ ഇവിടെ നടത്തിയിരിക്കുന്ന ഈ സംസ്ഥാനത്ത് കൊണ്ടുവന്നു വരുന്ന എല്ലാ സംഭരണങ്ങളും പൂട്ടിച്ചില്ലേ? ഇവിടെ ഏത് സംഭരമാക്കാലും, ഞാൻ 20 കൊല്ലം വിദേശ ജീവിച്ചൊരു മനുഷ്യൻ. ഞാനും ഇപ്പൊ ഞാൻ സത്യത്തിൽ എനിക്ക് മടത്തറ പോയി അവിടെ ജീവിച്ചാൽ മതി എന്ന് ആലോചിച്ചേ. ദുബായിലുണ്ടായിരുന്നു, സൗദിയിലുണ്ടായിരുന്നു, ജർമ്മനിയിലുണ്ടായിരുന്നു, ഓസ്ട്രേലിയയിലുണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ എനിക്ക് മണ്ടത്തരായി തോന്നി. ഇവിടെ വന്ന് പഞ്ചായത്ത് പ്രസിഡന്റായ മനുഷ്യനാ. അതെ, ഇപ്പൊ ഞാൻ സാർ ഇവിടുത്തെ അവസ്ഥ എങ്ങനെ? കുട്ടികൾക്ക് ഇവിടെ ജോലി എവിടെ വന്നേ? ഞാൻ ഇവിടെ കിറ്റസ് എങ്ങനെ പോയത്? കിറ്റസിൽ 30,000 ആൾക്കാർക്ക് തെലങ്കാനയിൽ ജോലി കൊടുക്കുന്നത് ഈ സാധനം കൊടുത്ത് പോയില്ലേ? അപ്പോൾ ഇവിടുത്തെ പോയിട്ടൊന്നുമില്ല. അല്ല, പുതിയ എനിക്ക് പറയാനുള്ളത്, ഈ നമ്മുടെ കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിട്ടോ മറ്റൊന്നിനുള്ള അവരുടെ ഗതികേട് കൊണ്ടാ പോകുന്നത്. കാരണം ഇവിടെയുള്ള ഗതികേട് കൊണ്ടാ. കാരണം ഈ ഒരു നേഴ്സിംഗ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് കടം വീട്ടണ്ടേ? ഇത് വീട്ടാൻ പറ്റിയില്ലെങ്കിൽ 3-ാം ദിവസം മുതൽ അല്ലെങ്കിൽ 3-ാം വർഷം മുതൽ ബാങ്കുകാരൻ വിരുദ്ധോന്നിരിക്കും. ഈ പഠിച്ചിറക്കുന്ന കൊച്ചിന് ജോലി എവിടെയാ കൊടുക്കുന്നത്? അത് നേഴ്സിംഗ് മേഖലയിലായാലും മറ്റെന്ത് ജോലി ആയാലും ജോലി കിട്ടാനായിട്ട് മാർഗ്ഗമില്ല.
അതുകൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ്, കുടുംബങ്ങളും പ്രതിസന്ധിയിലാണ്. വിദേശത്തേക്ക് പോയി എങ്ങനെയെങ്കിലും കടം വീട്ടുക എന്നുള്ള ഗതികേട് കൊണ്ടാണ് ഇവർ പോവുക. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ കുട്ടികൾക്ക് മാന്യമായ ശമ്പളത്തോടു കൂടി ജോലി ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഒരുക്കണം. സർക്കാരിന് പറ്റിയില്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടറിനെ ഏൽപ്പിക്കുക. അത് കൃത്യമായ നിർദ്ദേശങ്ങളും നിയമങ്ങളും കൊണ്ടുവന്നിട്ട് കുട്ടികൾക്ക് ആവശ്യമായ രീതിയിൽ സുരക്ഷിതമായി ജീവിക്കാനുള്ള അവസരം കൊടുത്തില്ലെങ്കിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്ന സംഭവം പൂർണ്ണമായി ബ്രെയിൻ അങ്ങോട്ട് പോകുന്ന അവസ്ഥയാണ് നമുക്ക് വരാൻ വേണ്ടി സാധിക്കും. ഈ മസ്തിഷ്ക ചോർച്ച സംഭവിക്കുന്നില്ലെന്നാണ് പല ആളുകളും പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇവിടെ മസ്തിഷ്ക ചോർച്ച സംഭവിക്കുന്നുണ്ട്. കാരണം ഇവിടുത്തെ സാഹചര്യത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്ക് ഇവിടെ അവർ സാഹചര്യത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് അവർ പലപ്പോഴും പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസമൊക്കെ വളരെ നല്ല നിലയിലുള്ള വിദ്യാഭ്യാസമുണ്ട്. അങ്ങനെ ആരും പറയരുത്, വിദ്യാഭ്യാസത്തിന്റെ യാതൊരു കുറവുമില്ല. അതിനെക്കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഇടയ്ക്ക് പറഞ്ഞു. അദ്ദേഹം പഠിച്ചിരുന്ന കാലത്ത് സിലബസ് ആയി ഒരുപാട് പെൺകുട്ടികൾക്ക് ആൺകുട്ടികൾക്ക് എത്രയും പെട്ടെന്ന് വീട് വിട്ട് വെളിയിലേക്ക് പോകണമെന്നുള്ള ആഗ്രഹമുണ്ട്. കാരണം ഇവിടെ എന്താ പറയണ ഒരുപാട് കുരുട്ടുകൾ അല്ലേ, അതല്ലേ സൂചിപ്പിച്ചത്. ഞാൻ അതിനോട് യോജിക്കുന്നു പറയാൻ വേണ്ടി മാത്രമാണ്. ആണോ എന്റെ പൊന്നെ ജെൻസിയുടെ മൈൻഡ് സെറ്റ് മധുനായർ. അയ്യോ ഇതേ ഉണ്ടല്ലോ, ഒരു 16-17 നിൽക്കാൻ തുടങ്ങിയിട്ട് 30 വർഷമായി. ഒരു രക്ഷയില്ല. മികച്ച വിദ്യാഭ്യാസം കിട്ടും, പക്ഷെ അവർക്ക് അതിനനുസരിച്ചുള്ള ജോലി കിട്ടാൻ കുറച്ചു പേർക്കൊക്കെ കിട്ടും. പക്ഷെ അവരുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ചുള്ള ജോലിയും അതിനനുസരിച്ചുള്ള സാലറിയും കിട്ടുന്നില്ല. അല്ല എന്താ പ്രശ്നം അറിയോ, വെളിയിൽ പോയി കഴിഞ്ഞാൽ സാലറി കൂടുതൽ, സോഷ്യൽ സെക്യൂരിറ്റി, പെൻഷൻ. അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തണം. അതോടൊപ്പം തന്നെ അവരുടെ ഫാമിലിയുടെ സാമ്പത്തിക ഭദ്രതയും കൂടെ ഉറപ്പാക്കാൻ പറ്റും. നമ്മുടെ നാട്ടില് 30 വർഷം ജോലി ചെയ്താൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി അവർക്ക് ഒരു 8-10 വർഷം കൊണ്ട് സമ്പാദിക്കാൻ പറ്റും. ഒരു സമയം അവർക്ക് സമ്പാദിച്ചു കഴിഞ്ഞിട്ട് നാട്ടിലേക്ക് വന്നാലും ഇദ്ദേഹം പറഞ്ഞതുപോലെ എല്ലാ കാലവും ഒരുപോലെ നിൽക്കില്ല. ഞാൻ ഈ ഓമനപ്പേരിട്ടി ട്രംപിസം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇദ്ദേഹത്തിന്റെ നാട്ടുകാർ. അപ്പൊ അവിടെ ഈ പ്രശ്നമൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവിടുന്ന് 1-2 മലയാളി വിളിച്ചു ചോദിച്ചു ഇവിടെ ഇപ്പൊ എങ്ങനെയാ കാര്യങ്ങളെന്ന്. കാര്യം അവിടെ നിന്ന് അങ്ങനെ കുറ്റിയും പറിച്ച് പോരേണ്ടി വന്നാലേ ഇവിടെ എങ്ങനെയാണ് കാര്യം, അവർക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് തുടങ്ങി. കഴിഞ്ഞ വർഷം ഈ നമ്മുടെ മദ്രാസ് IIT-യിൽ നിന്ന് സ്റ്റെം കോഴ്സിൽ ഒരു ഫസ്റ്റ് റാങ്കിൽ പാസ്സായ ഒരു വിദ്യാർത്ഥി, ഞാൻ അയാളെ കോട്ട് ചെയ്യാണ്. കാരണം നമ്മൾ എന്താണ് ഈ സാമൂഹികത, അയാൾ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, നമ്മൾ ഈ പഠിക്കുന്ന സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ് ഇതൊന്നും മറ്റു മനുഷ്യരുടെ ജീവിതം നശിപ്പിക്കാൻ ഉപയോഗിക്കാതിരിക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ലൊരു കാര്യം. ഇത് ഇങ്ങനെ ഒരു ബോധമുള്ളൊരു വിദ്യാർത്ഥി, ഇത്തരം ധാർമ്മികതയുള്ളൊരു വിദ്യാർത്ഥിക്ക്, അത്തരം വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റില്ലേ? പറ്റണം. ഈ പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. അതെ, നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷ് മനസ്സിലായിട്ടില്ല. അത്യാവശ്യം വളരെ പ്രശസ്തനായിട്ടുള്ള ആള്. ഞാൻ പഠിച്ച മെറ്റലർജിക്കൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ബാക്കിയുള്ളവരെ ദ്രോഹിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ അത് വളരെ നീണ്ടൊരു ചർച്ചയാണ്. അറിവെന്ന് പറയുന്നത് ഏറ്റവും മനോഹരമായ ഒരു പുണ്യകർമ്മമൊന്നും അല്ല. അറിവ് വെച്ചിട്ട് തന്നെയാണ് ആളുകൾ ഏറ്റവും ദുഷ്ടകർമ്മങ്ങളും ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ അറിവെന്ന് പറയുന്നത് കേവലം ഒരു പോസിറ്റീവ് കാര്യമായിട്ട് മാത്രം എടുക്കണ്ട. കേരളത്തിലെ ഈ ബ്രെയിൻ ഡ്രെയിൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ഇപ്പോൾ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിന്റെ അടിസ്ഥാനപരമായ ഒരു സാമ്പത്തിക പശ്ചാത്തലം, കേരളത്തിൽ ഏകദേശം 60% മിഡിൽ ക്ലാസൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞു. അവർ സ്വാഭാവികമായിട്ടും അസ്പയറിംഗ് ആണ്, കൂടുതൽ ഉയർന്ന തലങ്ങളിലേക്ക് പോകണം. മാത്രമല്ല അതിനുള്ള സാമ്പത്തിക ശേഷിയുണ്ട്, ലോൺ കിട്ടും, തിരിച്ചടയ്ക്കാൻ കഴിയും. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊന്ന്, ഇവിടെ പലരും പറഞ്ഞു കേരളത്തിൽ ശമ്പളം കൂടുതൽ കൊടുക്കുന്ന ജോലി ഉണ്ടെങ്കിൽ ഇവിടെ നിൽക്കും എന്ന്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഈ പറയുന്ന 6 ലക്ഷം ആളുകൾക്ക് നഴ്സിംഗ് തൊഴിലിന് അവർ ക്വാളിഫൈ ചെയ്താൽ ഇവിടെ എങ്ങനെയാണ് അവർക്ക് തൊഴിൽ കൊടുക്കാൻ സാധിക്കുക? മാത്രമല്ല ഇവരെല്ലാവരും പോകുന്ന ഒരു രാജ്യത്തേക്കല്ലല്ലോ, ലോകത്തെ പല രാജ്യങ്ങളിലേക്കാണ്. അപ്പോ ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അറിയാമല്ലോ, പല രാജ്യങ്ങളിലും വാതിൽ അടഞ്ഞു കഴിഞ്ഞു. 6 ലക്ഷം നഴ്സുമാരെ കേരളത്തിൽ പഠിപ്പിച്ചിറക്കിയാൽ അവർക്ക് തൊഴിൽ കൊടുക്കാൻ കേരളത്തിൽ കൊടുക്കാൻ പറ്റില്ല, പുറത്തു കൊടുക്കാലോ. രാജ്യത്തെ ഹോസ്പിറ്റലിലല്ലേ, അതുകൊണ്ട് അവർ പുറത്തു പോയി പഠിക്കണമെന്നുണ്ടോ? ബ്രെയിൻ ഡ്രെയിൻ എന്ന് പറയുന്നത് ഒരാള് മാത്രമാണ് തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കണമെന്ന് പറഞ്ഞത്. മറ്റുള്ളവരെല്ലാം അവരുടേതായ പൊളിറ്റിക്സിലാണ്. അതായത് സാർ ഒരു കാര്യം മനസ്സിലാക്കുക, ഇവിടുത്തെ പഠന നിലവാരം അതായത് മാറ്റം വരുത്തണം, കാലോചിതമായി മാറ്റം വരുത്തണം. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസമാണ് ഇവിടെ വേണ്ടത്. അതിവിടെ ഇല്ല കേരളത്തില്. പിന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കി MBBS-ഉം BDS-ഉം ബിടെക്കും പഠിച്ചാൽ അവർക്ക് ഹുണ്ടായി പോലുള്ള ചെറിയ സ്ഥാപനങ്ങൾ 5000 ശമ്പളം കൊടുക്കുന്നത്. തൊഴിൽ ദാതാവില്ല. ആ സഹോദരൻ പറഞ്ഞോട് ഞാൻ കുറച്ചുകൂടി എലവേറ്റ് ചെയ്യാം. ഇവിടെ പണ്ട് തൊട്ടുള്ള ഒരു മൈൻഡ് സെറ്റ്, ബിസിനസ്സുകാരൻ എന്ന് പറഞ്ഞാൽ ക്രിമിനൽ ആണ്. ഒരു എസ്റ്റേറ്റ് ഒരു ബിസിനസ് ദാമോദരൻ മാഷിന്റെ പാട്ടവാക്കി തൊട്ട് അറിയാമല്ലോ,
ഇവിടെ ഒരു സോഷ്യൽ സീനില് അങ്ങനെ ഒരു എന്താ പറയുക ഒരു സ്ട്രാറ്റജിക് ഒരു ബ്രാൻഡിങ് ഉണ്ട്. പക്ഷെ ആ ചാപ്പ മാറി. അതൊക്കെ കാര്യമായിട്ട് മാറിയിട്ടുണ്ട്. കാര്യം അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം യൂസഫ് അലി സാബ് ഇവിടെ വരുമ്പോഴത്തേക്കും രാജാവിനെ പോലെ സ്വീകരിക്കുന്നില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദാനി അംബാനി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറക്ഷൻ പോകുന്നു. മനസ്സിലായില്ല? ടാറ്റയെ കുറിച്ച് പറയാത്തത് ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ത്യൻ ബിസിനസ്സുകാരൻ ടാറ്റയാണ്. മനസ്സിലായില്ലേ? ടാറ്റയുടെ സാമ്രാജ്യം ഇതുമായിട്ട് കമ്പയർ ചെയ്താൽ നത്തിങ്. അപ്പോ മാത്രമല്ല ബിസിനസ്സിൽ ജെന്റിൽനെസ് ഉള്ള ആള്. മാധ്യമങ്ങളുടെ പരസ്യങ്ങൾ കൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഇങ്ങനെ പുറത്തു പോകുന്നത്. അതിനെ കുറിച്ചൊന്ന് പറയാൻ എന്തുകൊണ്ടാ? ഏറ്റവും പ്രശസ്തരായിട്ടുള്ള ചില ആളുകള് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ചില ഏജൻസികളെ പ്രൊമോട്ട് ചെയ്യുന്നത് TV-യിലും പത്രത്തിലും കാണാറുണ്ട്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്നൊരു വാക്കുണ്ട്. ഈ വാക്കിന് 2000 ആണ്ടില് വളരെ വ്യത്യസ്തമായ ഒരു അർത്ഥമുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ തൊഴിൽ സാഹചര്യത്തെ പറ്റി മറച്ചു വെച്ചുകൊണ്ട്, കൂലിയെ പറ്റി, കോൺട്രാക്ടിനെ പറ്റി മറച്ചു വെച്ചുകൊണ്ട് ഒരാളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി ഉപേക്ഷിക്കുന്ന രീതി ഹ്യൂമൻ ട്രാഫിക്കിങ്ങിന് എപ്പോഴും നല്ല സ്ഥാപനങ്ങളും കാണും, തട്ടിപ്പ് സ്ഥാപനങ്ങളും കാണും. അപ്പൊ എന്തുകൊണ്ടാണ് ഇതില് കേരള സംസ്ഥാനത്ത് 2 വളരെ മെച്ചപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഈ NRI കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞു. അപ്പോൾ അതിൽ ധാരാളം ഇത്തരത്തിലുള്ള പല പരാതികളും വരുന്നു. മുനിസിപ്പൽ ഓഫീസുകൾ അല്ലെങ്കിൽ ഭരണസ്ഥാപനങ്ങളുമായിട്ടുള്ള പല പരാതികൾ വരുന്നു. പല പരാതികൾക്കും പരിഹാരം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു മെച്ചപ്പെട്ടൊരു സമ്പ്രദായമുണ്ട്. അത് പൂർണ്ണമായും ശരിയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഉന്നത വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ നോർക്കയുടെ ഒരു പ്രത്യേക പോർട്ടൽ ഉണ്ടായിരുന്നു. അത് വികസിച്ചു വരികയാണ്. പക്ഷെ കേരളത്തിൽ വളരെ വ്യക്തമായും തെറ്റിദ്ധാരണ കൊടുക്കാത്ത രീതിയിലുള്ള ഒരു സംരംഭം ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാർ അത്തരം ഒരു പ്രസ്ഥാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോവുകയാണെങ്കിൽ ഈ 2 കാര്യങ്ങളും വളരെ നല്ലതായിരിക്കും. എന്റെ 2 മക്കളും വിദേശത്ത് പഠിക്കുക. അപ്പൊ ഇവര് +2 കഴിഞ്ഞപ്പോ ഇവർക്ക് ഓരോരുത്തർ പഠിക്കേണ്ട കോഴ്സ് എന്താ ഞാൻ അന്വേഷിച്ചപ്പോൾ ഒരാൾക്ക് മെഡിസിൻ പഠിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ മെഡിസിൻ പഠിക്കാൻ ഞാൻ അന്വേഷിച്ചപ്പോൾ എൻട്രൻസ് കഴിയുമ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹോസ്പിറ്റലുകളിൽ 50 ലക്ഷം മുതൽ 1 കോടി വരെയും അവര് ഡൊണേഷൻ കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ ഇത്രയും പോലും നമ്മൾ വിദേശത്ത് പഠിക്കാൻ വേണ്ടി ഈ ഡൊണേഷൻ പോലും ആവശ്യമില്ല. അപ്പൊ ഞാൻ ബാങ്കിൽ അന്വേഷിച്ച് ലോൺ കിട്ടി. അപ്പൊ അവര് വിദേശത്ത് പഠിക്കുന്നു. അപ്പോൾ ഞാൻ മോളോട് ചോദിച്ചു, മോള് മെഡിസിൻ പഠിക്കുമ്പോൾ അവിടെ തിരിച്ച് കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ വാല്യൂ ഇല്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നോട് ചോദ്യം, അപ്പൊ ഞാൻ എന്റെ കാലിബർ എടുത്ത് നശിപ്പിക്കുന്നു. അവിടെ കിട്ടുന്ന ശമ്പളത്തിന്റെ എത്രയോ തുച്ഛം എനിക്ക് ഇവിടെ കിട്ടുന്നു, ഞാൻ നശിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഇവിടെ പറഞ്ഞ പോലെ ഈ സാലറിയും ഏറ്റവും വലിയൊരു ഘടകമാണോ അതിനകത്ത്? വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലങ്ങളിൽ നന്നായിട്ട് കഷ്ടപ്പെടണം. അതായത് പഠനവും തൊഴിലും കൂടെയാണ് അവിടെ നടക്കുന്നത്. അതിനുശേഷം വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇവിടെയൊക്കെ ഗവൺമെന്റ് സെക്ടറിലുള്ളവർക്ക് മാത്രമേ പെൻഷൻ ഉള്ളൂ. അവിടെ ഒരു നല്ല പെൻഷൻ, അതായത് സോഷ്യൽ സെക്യൂരിറ്റി വാർദ്ധക്യത്തിൽ വരുമ്പോഴത്തേനുണ്ടാവുന്നത്. ആ സോഷ്യൽ സെക്യൂരിറ്റി ആണ് കൂടുതലും പേരും ഞാൻ പല യുവാക്കളോടും ചോദിച്ചപ്പോഴത്തേനും പറഞ്ഞാൽ അത് ഇവിടെ ക്ഷേമ പെൻഷൻ മാത്രമേ ഉള്ളൂ. ഇവിടുന്ന് പോയ ഒരുപാട് ആൾക്കാർക്കും തിരിച്ചു വന്ന് സെറ്റിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഒത്തിരി പേരുണ്ട്. അവിടെ ജനിച്ച പിള്ളേരെ വിട്ടേക്കാം, അവരാ തണുപ്പ് ഇല്ല, അവരാ തണുപ്പ് അങ്ങ് രസിച്ചു. പക്ഷെ ഈ പോയവരെ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുള്ള ഒത്തിരി പേരുണ്ട്. അവരെ തിരിച്ചു കൊണ്ടുവന്ന് ഗെയിനാകാൻ ഈ രാജ്യം ഒരുങ്ങണം. തൊടുപുഴയുള്ള ഒരു കൊച്ചു നാസ ജോലി ചെയ്യുന്ന എനിക്കറിയാം. ഐസ്ലൻഡിലെ ഗവേഷണ കേന്ദ്രത്തിൽ മൂവാറ്റുപുഴയുള്ള ഒരു കൊച്ചുണ്ട്. ഇവരെയൊക്കെ എന്തുകൊണ്ട് ഈ രാജ്യം കണ്ടു ഇവിടെ കൊണ്ട് ജോലി ചെയ്യിപ്പിക്കും? എല്ലാവർക്കും വരണമെന്ന് ആഗ്രഹം ഉണ്ടായുള്ള സാഹചര്യം നാട്ടിൽ ഇല്ലാത്ത കൊണ്ടാണ് അവർ വരുന്നത്. അല്ലേ? യുവാക്കൾ, ഞാനുള്ള കൂട്ടത്തിൽ ഏറ്റവും ചെറുത്. ഈ ബ്രെയിൻ ഡ്രെയിനിനെ പോലെ തന്നെ അല്ലല്ല ഒരു വലിയ പ്രശ്നമുണ്ട്. നിങ്ങൾ അതിൽ പ്രത്യേകം ചർച്ചയും വെക്കണം. ഈ മുമ്പ് മുതലാളിത്തം ഓരോ 3-ാം കിട ലോക രാജ്യങ്ങളിൽ ഡ്രെയിൻ ചെയ്യായിരുന്നെങ്കിൽ ഇപ്പം റോട്ട് ചെയ്യാണ്, ബ്രെയിൻ റോട്ട്. ആ വാക്ക് ഇപ്പൊ ഡിക്ഷണറിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അതായത് ഈ ടെക്നോളജിയുടെയും AI-യുടെയും സ്ക്രീനിന്റെയും എല്ലാം സാധ്യതകൾ വെച്ചിട്ട് ഈ സ്ക്രീൻ അഡിക്ഷൻ ഉണ്ടാക്കിയിട്ട് ഈ തലമുറയുടെ മസ്തിഷ്കം ഇങ്ങനെ ചീഞ്ഞളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് കാരണം തന്നെ നമ്മുടെ രാജ്യത്ത് ഇനി അവശേഷിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് പോലും എത്രത്തോളം കരിയറിലും അക്കാഡമിക്സിലും ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്നുള്ള സംശയം പോലും ഉണ്ടാവുകയാണ്. അപ്പം ബ്രെയിൻ റോട്ടിലേക്ക് പ്രശ്നങ്ങൾ കൂടിയിട്ടുണ്ട്. ബ്രെയിൻ ഡ്രെയിൻ നിർത്താൻ പറ്റിയ AI-യുടെ അഡിക്ഷൻ വരും. ഇത് എങ്ങനെ നിർത്തുന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം നടത്തേണ്ടത്. നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. AI അഡിക്ഷൻ പാടില്ല, പിള്ളേർ കമ്പ്യൂട്ടർ കാണാൻ പാടില്ല, മൊബൈൽ കേൾക്കാൻ പാടില്ല, ഇതെല്ലാം പറയാൻ എളുപ്പമാണ്. പക്ഷെ ഇതെങ്ങനെ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. പുറം രാജ്യത്ത് ഭയങ്കര നല്ല ജീവിത സാഹചര്യമാണ്. അതാണ് അങ്ങനെ അവിടെ എല്ലാം ഉണ്ട്. നമ്മുടെ ഇവിടെ ഉള്ള അത്രയുള്ള ഓപ്പർച്യൂണിറ്റീസ് വേറെ ഒരു സ്ഥലത്തും ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മള്
നമ്മൾ ഇവിടെയുള്ള പാരന്റ്സും ഈ ജെൻസിപ്പെട്ട ആൾക്കാരും അത് മനസ്സിലാക്കാണ്ട് അവരുടെ സ്വന്തം ഇഷ്ടത്തിന് പിള്ളേരെ ഇപ്പൊ അവര് ജർമ്മനിയിൽ പോയെന്ന് പറഞ്ഞ് നമ്മളെ തള്ളിവിടാനാണ് നോക്കണത്. അല്ലാണ്ട് സ്വന്തം ഇഷ്ടത്തിന് ഒരു കുട്ടിക്ക് ഇപ്പൊ ഓപ്പർച്യൂണിറ്റീസ് കണ്ടുപിടിക്കാൻ ഒരു പാടുമില്ല നമ്മുടെ ഈ സമൂഹത്തില്. ഇപ്പൊ ആദ്യം ചർച്ച ചെയ്യേണ്ടത് ബ്രെയിൻ ഡ്രെയിൻ എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ള അതിൽ തന്നെ ഇവിടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതെങ്ങനെയാ ആദ്യം ചിന്തിക്കാൻ എന്തുകൊണ്ട് പുറത്തേക്ക് പോകുന്ന കാര്യം. അതിന് ഞാനൊരു എളുപ്പവഴി ആദ്യം ചർച്ചയ്ക്ക് ആദ്യം ടൈറ്റിൽ ഇടത്തില്ല, എന്നിട്ട് അവസാനം വരുമ്പോൾ ടൈറ്റിൽ. അതാ നല്ലത്. ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം ഇവിടെ വേക്കൻസി ഇല്ല, ഒന്നാമത്തെ കാര്യം. അതുപോലെ ഇവിടെ ശമ്പളമില്ല. ഇവിടെ ഇപ്പൊ ബിടെക്കോ അല്ലെങ്കിൽ മെഡിസിൻ കഴിഞ്ഞ് ഇറങ്ങുന്ന ആൾക്ക് അതിന് അവർക്ക് വേണ്ടിയുള്ള ഒരു നല്ല ശമ്പളം കിട്ടുന്നില്ല. പുറത്തു പോവാണെങ്കിൽ അവർക്ക് നല്ല ലക്ഷങ്ങൾ ശമ്പളമുണ്ട്. ആകെ തുച്ഛമായ 10,000 1000 കിട്ടുന്നുള്ളൂ. അതാണ് മെയിൻ കാര്യം. പിന്നെ അതുപോലെ സമൂഹത്തിന്റെ ഒരു ഫോഴ്സിങ് ഇവിടെ ഉണ്ട്. ഇപ്പൊ നമ്മൾ പഠിച്ചു ഇറങ്ങുമ്പോൾ തന്നെ ചോദിക്കുന്നത് നിങ്ങൾ പുറത്തേക്ക് പോകുന്നില്ലേ, പുറത്തേക്ക് പോകുന്നില്ല, ഇതന്നെ ചോദിക്കുന്നത്. അല്ലാതെ ഇവിടെ നല്ല ജോലി ഉണ്ടോ, നിൽക്കുന്നുണ്ടോ, തള്ളി വിടുക എല്ലാവരും. ജോലി കിട്ടാനുള്ള സാധ്യത ഇല്ല, എല്ലാവർക്കും അറിയാം. നമ്മുടെ മുൻപ് പോയവരൊക്കെ എങ്ങനെയാണ് നിൽക്കുന്നത് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. അവർ ആ സമയം കളയാൻ തയ്യാറല്ല. അപ്പൊ എന്റെ പോലെ PSC എഴുതാനും ഇതിന്റെ പിന്നാലെ നിൽക്കാനും അല്ലെങ്കിൽ മറ്റു ചെറിയ ബിസിനസ് സംവിധാനം നമ്മുടെ ഗവൺമെന്റ് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കണം. ലോണുകളായിട്ടും അല്ലെങ്കിൽ പുതിയ സംരംഭങ്ങളെ ചെയ്തു കൊടുക്കണം. ഇതിപ്പോ എന്ത് വന്നാലും അപ്പൊ തന്നെ കൊടിയും പിടിച്ച് അത് അടച്ചു പൂട്ടാനുള്ള പരിപാടി ചെയ്യുന്നവിടെ. ഇത് തുറമുഖം വന്നതും അതുമായി ബന്ധപ്പെട്ടുള്ള ജോലി സാധ്യതകളും അദ്ദേഹം ഇവിടെ പരാമർശിച്ചു. സാർ, വിഴിഞ്ഞം തുറമുഖം വന്നാൽ ആർക്കാണ് സാർ ജോലി കിട്ടുക? ലോജിസ്റ്റിക്സിൽ ഡിഗ്രി എടുത്ത കുട്ടികൾക്കാണ് മെജോറിറ്റി അതിനകത്ത് ജോലി ഉണ്ടാവുക. കേരള യൂണിവേഴ്സിറ്റി നോക്കിയോ? ഞാൻ പറഞ്ഞറിയാം, നമ്മൾ ഈ അർത്ഥബോധം വെച്ച് കാര്യങ്ങൾ പറയരുത്. അവിടെ അതിന്റെ അപ്പുറം അവിടെ കപ്പൽ കച്ചവടം ചെയ്ത അങ്ങേര് കോലിൽ പൈസ ഉണ്ടാവും. ഒരുപാട് പേർക്കുണ്ട്, നമ്മൾ അതിനെ കുറച്ച് കാണരുത്. അവിടെ ജോലി കിട്ടണമെങ്കിൽ അതുമായി സംബന്ധിച്ചുള്ള ഒരു കോഴ്സ് ഉണ്ട്, ലോജിസ്റ്റിക്സ്. കേരള യൂണിവേഴ്സിറ്റിയിലോ MG ഉദാഹരണത്തിന് ശബരിമല തീർത്ഥാടകർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലോ തിരുവിതാംകൂർ ദേവസ്വം കൊണ്ട് മാത്രം വരുമാനം. വഴിനീളെ കച്ചവടം ചെയ്യുന്നവർക്ക് എല്ലാം വരുമാനമാണ്. നമ്മളതിനെ വലിയ ലെവലിൽ കാണണം. ഞാൻ ഒരു കാര്യം പറയാം. അല്ല, അതായത് ഈ കപ്പലുകളിലൊക്കെ വരുന്ന വലിയ കണ്ടെയ്നർ, വലിയ സാധനങ്ങള് കമ്പ്യൂട്ടറൈസ് ആയിട്ട് തന്നെ ഇറക്കി തറയിൽ വെക്കുന്ന പരിപാടി അവിടെ നടക്കുന്നത്. അത് ലോകത്ത് തന്നെ 2-3 സ്ഥലത്തേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിന് കുറച്ച് കാണരുത്. അതാണ് സാർ, ഞാനത് അവിടെ പോയി കണ്ടു. ഞാൻ തന്നെ പറഞ്ഞു വരുന്ന പോയിന്റിലേക്ക് വരട്ടെ. ഉപയോഗിക്കുന്നത് നല്ലൊരു സാധനം സ്ത്രീകളാ, അറിയാം. മാത്രമേ അത്ഭുതപ്പെടുത്തിയത് വിഴിഞ്ഞത്തെ ആൾക്കാരുടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ എല്ലാവരും ഇവിടെ ജോലി തേടണം, സംരംഭം തുടങ്ങണം എന്നൊക്കെയാണ്. എത്ര പേരുടെ കയ്യിൽ ജോലിയുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നഴ്സിംഗ് പഠിക്കാൻ പോകുന്നവരൊക്കെ നഴ്സിംഗ് ഇഷ്ടപ്പെട്ടാണോ പഠിക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ എഞ്ചിനീയറിംഗിന് പോകുന്നവരൊക്കെ അത് ഇഷ്ടപ്പെട്ടാണോ പോകുന്നത്? ഇപ്പൊ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ഇലക്ട്രീഷ്യനെ വിളിച്ചാൽ ഇലക്ട്രീഷ്യനെ പെട്ടെന്ന് കിട്ടാനുണ്ടോ? എത്രയോ പേർക്ക് ഈ പ്ലംബിംഗ് പണി, ഇലക്ട്രീഷ്യൻ പണി ഇതൊക്കെ അറിയാം. ഈ ജോബൊക്കെ എന്തുകൊണ്ട് ഡിഗ്നിറ്റിയോടുകൂടി ചെയ്തുകൂടാ? ആൾക്കാർ ഇതൊക്കെ തട്ടായിട്ടാണ് കാണുന്നത്. വൈറ്റ് കോളർ ജോബിനോടുള്ള ഒരു ആഭിമുഖ്യമാണ് പ്രശ്നം. എല്ലാ തൊഴിലിനും അതിന്റേതായ ഡിഗ്നിറ്റി ഉണ്ടെന്നും ആ ഡിഗ്നിറ്റിനെ നമ്മൾ വാല്യൂ ചെയ്ത് അത്തരം തൊഴിലുകളൊക്കെ പഠനത്തോടൊപ്പം തന്നെ കണ്ടെത്തി പാർട്ട് ടൈം ജോലികളൊക്കെ ആയിട്ട് ഇവിടെ ചെയ്യാം. ഇവിടെ 2-3 സുഹൃത്തുക്കളെങ്കിലും കേരളത്തിൽ ഈ വ്യവസായ സംരംഭങ്ങൾ തുടങ്ങുന്നു, കൊടി പിടിക്കുന്നു, അതുകൊണ്ട് അടയുന്നു എന്ന് പറഞ്ഞത് വസ്തുതാവിരുദ്ധവും ചരിത്രവിരുദ്ധവുമാണ്. ഒരു 5000 വർഷത്തെ കേരളത്തിന്റെ ചരിത്രം പരിഗണിച്ചാൽ കേരളം ഒരു കാലത്തും എന്റർപ്രൈസസിന്റെ സ്ഥലമായിരുന്നില്ല. ഇവിടെ കൃഷിയും ട്രേഡുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് അന്നൊന്നും ഇവിടെ ഇടതുപക്ഷമോ ട്രേഡ് യൂണിയനുകളോ ഉള്ളത് കൊണ്ടല്ല. ഇവിടുത്തെ ചരിത്രം പരിശോധിച്ചാൽ ഇതല്ല വസ്തുത. നേരത്തെ ചില ആളുകൾ പറഞ്ഞു ഇവിടെ ശമ്പളം കുറവാണ് എന്ന്. ശമ്പളം കൂടുതൽ ചോദിച്ച് സമരം ചെയ്താൽ അത് പ്രശ്നമാകുന്നു എന്നുള്ളതാണല്ലോ ഇതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതല്ല അടിസ്ഥാനപരമായ പ്രശ്നം. അടിസ്ഥാനപരമായ പ്രശ്നം ഡിമാൻഡ് സപ്ലൈ എന്ന് പറയുന്ന ഇക്കണോമിക് തിയറി ഇവിടെ ഉണ്ട്. അങ്ങൊരു സാമ്പത്തിക ശാസ്ത്രജ്ഞനൊക്കെയാണ്. പക്ഷെ അങ്ങൊരു കാര്യം കാണാതെ പോകരുത്. ഇവിടെ കേരളത്തിൽ വന്ന് ബിസിനസ് നടത്തി തകർന്നു പോയൊരു ഒരുപാടുണ്ട്. അതിനൊരു കാരണം മാത്രമൊന്നുമില്ല. നമ്മള് ഉദാഹരണം ഞാൻ കൂടുതൽ സമയത്തിന് പറയാം. ഏകജാലകം എന്നൊരു സാധനം നമ്മൾ തുറന്നു വെച്ചു, എന്നിട്ട് 70,000 ജാലകം തുറന്നു വെച്ചു. അത്തരത്തിൽ എന്റർപ്രൈസ് ഇവിടെ തുടങ്ങി വരുമ്പോൾ ഇവിടുത്തെ ഡിമാൻഡ് സപ്ലൈ ഫാക്ടേഴ്സ് പരിഗണിച്ചുകൊണ്ടല്ലാതെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല. ഇപ്പോൾ നമ്മുടെ തുറമുഖത്തേക്ക് എത്തിക്കണമെങ്കിൽ ഇവിടെ എവിടെയായിരുന്നു റോഡിനുള്ള സൗകര്യങ്ങൾ? ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും പരിഗണിക്കണ്ടേ? ഇതെല്ലാം ശരിയാവാതെ തൊഴിൽ സമരം മാത്രം കൊണ്ടാണ് കേരളത്തിൽ വ്യവസായങ്ങൾ വരാത്തതെന്ന് ചരിത്രപരമായി അതൊക്കെ മാറി. തൊഴിൽ സാഹചര്യമൊക്കെ മാറി. മിനിസ്റ്റർ മധു നായർ ന്യൂയോർക്ക്. കേരളത്തിൽ ഈ ബ്രെയിൻ ഡ്രെയിൻ അതിനെ കുറിച്ച് നമ്മൾ വലിയ ഖ്യാതിപ്പെടേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. മെയിൻലി ഇവിടെ നടന്ന എല്ലാ നല്ല കാര്യങ്ങളും സർക്കാരുകൾ കൊണ്ടുവന്നതല്ല. ഇൻസ്പൈറ്റ് ഓഫ് ദി സർക്കാരുകളാണ്
ഇവിടുത്തെ പുരോഗതി എല്ലാം ഉണ്ടായത്. ഇപ്പോൾ ഈ ചാരായം നിരോധിച്ചതുകൊണ്ട് കൂലിപ്പണിക്കാരുടെ ശമ്പളം 300-400 1000 രൂപയായി. 1000 രൂപയായപ്പോൾ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്നും ഭയങ്കരമായിട്ട് മൈഗ്രേറ്ററി ലേബർ ഇങ്ങോട്ട് വന്നു. മനസ്സിലായില്ലേ? അതുപോലെ തന്നെ ലോട്ടറി തുടങ്ങിയ മേഖലകളിൽ സെൽഫ് എംപ്ലോയ്മെന്റ് ഇല്ലേ? പിച്ചക്കാരെ കംപ്ലീറ്റ്ലി ഒരു പരിധിവരെ നമ്മൾ എലിമിനേറ്റ് ചെയ്തില്ലേ? അപ്പോൾ ഈ സൊസൈറ്റി നമ്മൾ എന്തെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തെറി പറഞ്ഞു കഴിഞ്ഞാലും സെൽഫ് സസ്റ്റൈൻഡ് ആൻഡ് ടു ടേക്ക് കെയർ ഓഫ് ദി പ്രോബ്ലം. മനസ്സിലായില്ലേ? ഇടയ്ക്കിടയ്ക്ക് സർക്കാരുകൾ വരും. ഇപ്പം തന്നെ വിദ്യാഭ്യാസ മന്ത്രി വന്ന് പറയുന്നു വിദ്യാർത്ഥികൾ ആരും തന്നെ ഹയർ എഡ്യൂക്കേഷൻ വേണ്ടി വെളിയിൽ പോകേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പൊ അറിഞ്ഞിട്ടെന്നത് കാര്യം നടക്കാത്ത കാര്യങ്ങൾ ഇങ്ങനെ പറയുക, അല്ലാതെ തടയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇതിന് വലിയ വിഷമം ഉണ്ടാകേണ്ട കാര്യം. പക്ഷെ ചില കാര്യങ്ങൾ ഈ പറഞ്ഞതുപോലെ നേഴ്സുമാരുടെ എക്സസ് നേഴ്സുമാര് അവർക്ക് ശമ്പളം കൊടുക്കുന്ന പ്രൈവറ്റ് ആശുപത്രിയിൽ തുച്ഛമായ ശമ്പളം, ഇവര് വെളിയിൽ പോകാതിരിക്കാനുള്ള ഒരു സാധ്യത പോസിബിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ സഹായിക്കുക. ശക്തമായ വിയോജിപ്പുണ്ട് കേട്ടോ. ഈ ഗവൺമെന്റുകൾ ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാലേ, ഭൂമി പണയം വെച്ചിട്ട് വിദേശത്ത് പോകാനുള്ള ഭൂപരിഷ്കരണത്തിലൂടെ കിട്ടിയ ഒന്നാം ഇടതുപക്ഷ ഗവൺമെന്റ് ഉള്ള നാടാ കേരളം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ അപജയം. ഭൂമിയല്ല കിട്ടേണ്ടിയിരുന്നത്, വീടാണ് കിട്ടേണ്ടിയിരുന്നത്. സിംഗപ്പൂരിലേക്ക് ഭൂമിയില്ലാത്തൊരു നാട്ടിൽ കുടികെട്ടി താമസ നാട്ടിൽ ഭൂപരിഷ്കരണമൊക്കെ നടപ്പിലാക്കിയിട്ടാണ് ആ ഗ്രാജുവൽ പ്രോഗ്രസിനെ കാണാതെ നാട് നശിക്കാൻ ഒരു കാരണം അതാണെന്ന് ഞാൻ പറയും. ബ്രെയിൻ ഡ്രെയിൻ, തലച്ചോർ ചോർച്ച അല്ലെങ്കിൽ മസ്തിഷ്ക ചോർച്ച എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ സംഭവം, ഇത് കേരളം പോലെ പ്രകൃതി സുന്ദരമായ ഒരു സ്ഥലത്ത് ഒരുപാട് സാധ്യതകളുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു ലോകത്ത് എവിടെ പോയാലും മലയാളികൾ ഈ നാടിൻ്റെ അംബാസഡർ ആകണം. ഇവിടെ ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉരുത്തിരിഞ്ഞു വരുന്നു. വിദേശത്തേക്ക് കുട്ടികൾ പഠിക്കാൻ പോകുന്നതിനും തടയണ്ട. പക്ഷേ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അവരെ തിരിച്ചിവിടെ കൊണ്ടുവരാൻ കഴിയണം. അതിന് ഒരുപാട് ഗവേഷണം ആവശ്യമാണ്. ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഉണ്ടാക്കണം. അതിനെക്കുറിച്ചാകട്ടെ നമ്മുടെ അടുത്ത വിലയിരുത്തൽ. മറ്റൊരു വിഷയവുമായി ഇനി നാളെ രാത്രി 8:15. ഗുഡ് ബൈ.